താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. ഞാൻ ഒരു ട്രാക്റ്റാണ്, ആ ട്രാക്റ്റിന്റെ ഹെഡിങ് വഞ്ചിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവി. ഇതാണ് ആ ട്രാക്റ്റ്. നിങ്ങൾക്ക് വായിക്കാൻ. ഇതിപ്പം ഈ ലൈവിൽ കാണുമ്പോൾ മിറർ ഇമേജ് വരുന്നുണ്ടാവും, തല തിരിഞ്ഞേ വരത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഒരു പ്രാവശ്യം സാത്താന്റെ കുരിശ് വരച്ചെന്നൊക്കെ ആളുകൾ പറഞ്ഞത്. സാത്താന്റെ കുരിശ് വരയ്ക്കുന്നതല്ല, ലൈവ് ഇമേജ് തിരിഞ്ഞാ വരുന്നത്. ഞാൻ തിരികെ ഇപ്പം നിങ്ങൾക്ക് നേരെ കാണാം. ഇവിടെ നോക്കിതാ, വഞ്ചിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവി. ഇത് 11 ഇനമാണ്, 11 പോയിന്റാണ് ഈ ട്രാക്റ്റിലുള്ളത്. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, പ്രിയ സുഹൃത്തെ, താഴെ കാണുന്ന ദുരുപദേശങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ അംഗമായിരിക്കുന്നെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി. അവകളെ വിട്ടുപോരുവി. അത് സഭയല്ല, ക്രിസ്തീയ മുഖം മൂടി ധരിച്ച ബാബിലോണിയ മതമത്രേ. ഞാന് ഓർത്തഡോക്സ് വിശ്വാസം വിട്ട് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ പെന്തക്കോസ് സഭയിലേക്ക് മാറിയതിന്റെ ഒരു കാരണം, ഞാൻ തന്നെയല്ല, ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ മാറിയത് ഈ ഒരു തരത്തിലുള്ള പ്രചരണമാണ്. ബാബിലോണിയ സഭയാണ്, ബാബിലോണിയ മതമാണ് കത്തോലിക്ക ഓർത്തഡോക്സ് സഭകള്. അതുകൊണ്ട് പെന്തക്കോസ് ആണ് സത്യമായി തിരുവെഴുത്തിന്റെ പ്രകാരമുള്ള സഭ എന്നിങ്ങനെയുള്ള ട്രാക്റ്റുകൾ. അപ്പൊ ആ പ്രചരണങ്ങളിൽ വിശ്വസിച്ചാണ് അനേക ആളുകൾ, എന്നെ പോലെയുള്ള അനേക ആളുകൾ മാറിയത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ട്രാക്റ്റ് കണ്ടപ്പോ വീണ്ടും ഇപ്പോഴും ഈ ട്രാക്റ്റ് പ്രചരണത്തിലുണ്ട് കേരളത്തിൽ, ഈ ട്രാക്റ്റ്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് 11 പോയിന്റാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റ്, അത് സൂര്യ നമസ്കാരം. ദോഷം പറയരുതല്ലോ, ഒരു ബൈബിൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, വളരെ ഗൗരവമായിട്ട് ഞാനത് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 8:16. അക്ഷരപ്പശകില്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും, നോക്കട്ടെ. യെഹെസ്കേൽ പ്രവചനം 8:16. അവനെന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ? വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്, വളരെ സീരിയസ് ആയിട്ട്. കാരണം ബൈബിളിൽ നിന്നൊരു വാക്യം, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നവരെല്ലാം സൂര്യനെ നമസ്കരിക്കുകയാണ്, അത് വളരെ പാപമാണ് സൂര്യ നമസ്കാരം. അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് ഓർത്തഡോക്സ് സഭാ വിശ്വാസികളാണ്, ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കിട്ടി ബൈബിളിൽ നിന്ന്. അതിന് വാലും തലയില്ല, ഒരു വാക്യമാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് ആരോ സൂര്യനെ നമസ്കരിച്ചു. അപ്പം അതാണ് വാക്യം. ഓർത്തഡോക്സ് സഭ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ, ഏറ്റവും പാരമ്പര്യമുള്ള ക്രിസ്തീയ വിഭാഗമാണ്. എന്ന് പറഞ്ഞാൽ വെരി ഏർലി ചർച്ചിൽ നിന്ന് നേരിട്ടുള്ള പാരമ്പര്യം, കലർപ്പില്ലാത്ത പാരമ്പര്യം ഓർത്തഡോക്സ് സഭയിലാണ് നമ്മൾ കാണുന്നത്. ജൂയിഷ് ബാക്ക്ഡ്രോപ്പിലാണ് ഏർലി ചർച്ച് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിലാണ്. സഭ ഉണ്ടായി കഴിഞ്ഞും യെരുശലേം ദൈവാലയത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. യഹൂദന്മാരുടെ പെരുന്നാളുകൾ, ഫെസ്റ്റിവൽസ് ഒബ്സർവ് ചെയ്യുമായിരുന്നു. 3-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായി പത്രോസും യോഹന്നാനും പോയി. 9-ാം മണി നേരത്തെ അവരവിടെ നിന്നു. ഇങ്ങനെ നമ്മൾ പല വായനകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് യെരുശലേം ദൈവാലയം തകർക്കപ്പെടുന്നവരെയും ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നീട് സിനഗോഗുകളെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് അവരുടെ ആത്മീക ആരാധനകളും സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നിരുന്നത്. പിന്നീട് ക്രിസ്തീയ സഭ ആ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് പല നല്ല അംശങ്ങളെയും സ്വാംശീകരിച്ചാണ് സഭ ഫോം ചെയ്തത്. യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നായിരുന്നു. ജൂവിഷ് പാരമ്പര്യമാണ്, യഹൂദന്മാരുടെ പാരമ്പര്യമാണ്. അപ്പം ആ
പാരമ്പര്യം ഓർത്തഡോക്സ് സഭയിലേക്ക് വന്നത് സ്വാഭാവികമാണ്. കാരണം ജൂവിഷ് ബാക്ക്ഡ്രോപ്പിലാണ് ഈ ക്രിസ്ത്യൻ ചർച്ച് രൂപപ്പെട്ടത്. അതാണ് ഒന്നാമത്തെ കാരണം. അടുത്ത് മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്യമാണ് മത്തായി 24-27. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അപ്പൊ മനുഷ്യപുത്രന്റെ വരവ് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടൊരു മിന്നൽ വരുന്നത് പോലെ ആയിരിക്കും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഈസ്റ്റ്. അത് കിഴക്ക് നിന്ന് തുടങ്ങും എന്ന് യേശു നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ കിഴക്ക് നിന്ന് മനുഷ്യപുത്രൻ വരും. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ സൂര്യ നമസ്കാരം നടത്തുന്നതല്ല. അപ്പൊ യഹസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ വളരെ ബുദ്ധിമുട്ടി ആ വാക്യം തപ്പിപ്പിടിച്ചവർ മത്തായി സുവിശേഷം 24-ൽ ഈ വാക്യം കണ്ടില്ല, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭാവിശ്വാസികളെ പടിഞ്ഞാറ് വശത്ത് തല വെച്ച് ശവസംസ്കാരം പോലും അവർ നടത്തുന്നത്. കാരണം കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അവർ കർത്താവിനെ മുഖം കണ്ടുകൊണ്ട് എഴുന്നേക്കാൻ, കാരണം കിഴക്ക് നിന്ന് കർത്താവ് വരും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. ആ ഒരു വിശ്വാസത്തിലാണ് അതങ്ങനെ ചെയ്യുന്നത്. ശവം അടക്കുമ്പോൾ പടിഞ്ഞാട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി, സെമിത്തേരി ചെല്ലെ ശവം അടക്കുന്ന സമയത്ത് പടിഞ്ഞാട്ട് തല വെക്കും. പടിഞ്ഞാട്ട് തല വെക്കുന്നതിൻ്റെ ഒരു കാരണം, ഇനി കിഴക്കോട്ട് തലയായിട്ട് അടക്കയില്ല, ഉയർക്കും. ഉയർക്കാഴിയൊന്നുമില്ല. യഹൂദന്മാർ പൊതുവെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രബലമായ വിശ്വാസം, അവരുടെ ഒരു റാബിനിക് ടീച്ചിങ് ആണ്, വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ സമ്പത്തുണ്ടാകും, തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ വിസ്ഡം ഉണ്ടാകും, ജ്ഞാനമുണ്ടാകും. തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ ജ്ഞാനമുണ്ടാകും. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രശസ്തി ഉണ്ടാകും. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ ആത്മീയതയുണ്ടാകും, സ്പിരിച്വാലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ 4 ദിക്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ 4 ബെനിഫിറ്റാണ്. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസമായിരുന്നു. പക്ഷെ യഹൂദന്മാർ പൊതുവെ കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് പ്രാർത്ഥിച്ചതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. ഇതിലൊരു കാരണമാണ് ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് മിന്നൽ വരുന്നത് പോലെ മനുഷ്യപുത്രൻ വരും. മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാ, മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. അപ്പൊ അങ്ങനെ കർത്താവ് വരുന്ന സമയത്ത് കിഴക്കുന്ന് വരുന്നൊരു വിശ്വാസം, അതിന് ആധാരമായി വാക്യവുമുണ്ട്. അതാണ് അതിന്റെ പാരമ്പര്യം. വേറെ ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. യഹൂദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ത്ലേഹേമിൽ ജനിച്ച ശേഷം കിഴക്കു നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കു കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ നക്ഷത്രം കിഴക്കാണ് കണ്ടത്. കർത്താവിന്റെ നക്ഷത്രം കിഴക്കാണ് കണ്ടത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വായിക്കുന്നു. ഇനി യഹസ്കേൽ പ്രവചനം 8-ാം അധ്യായം. യഹസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിലാണ് നമ്മുടെ ഗൂഢാലോചന മതക്കാരുടെ ട്രാക്റ്റിൽ നമ്മൾ കണ്ടത് സൂര്യ നമസ്കാരമാണ്. എന്നാൽ യഹസ്കേൽ പ്രവചനം 8-ാം അധ്യായം അല്ല. യഹസ്കേൽ പ്രവചനത്തിന് കുറെ കൂടെ അധ്യായം മുന്നോട്ടുണ്ട്. അത് കുറെ കൂടെ മുന്നോട്ട് വായിക്കണം. 48 അധ്യായമുണ്ട്. 46-ാമത്തെ അധ്യായത്തിലോട്ട് നമുക്ക് പോവാം. യഹസ്കേൽ പ്രവചനം 46-ാം അധ്യായം 12-ാമത്തെ വാക്യം. യഹസ്കേൽ പ്രവചനം 46-12. എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം. അവൻ ശബത്ത് നാളിൽ ചെയ്യുന്നത് പോലെ തന്റെ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അപ്പോ സ്വമേധാദാനം അർപ്പിക്കുമ്പോൾ ജനത്തിന്റെ പ്രഭു സ്വമേധാദാനം അർപ്പിക്കാൻ വരുമ്പോൾ പുരോഹിതനുള്ള ഇൻസ്ട്രക്ഷനാണ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം.
അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് സ്വമേധാദാനം അർപ്പിക്കുന്നത്. ഈവൻ പേഴ്സണൽ പ്രയർ പോലും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം എന്നുള്ളത് യഹൂദന്മാരുടെ പാരമ്പര്യമായിരുന്നു. അത് തിരുവെഴുത്തുകളിൽ അതിന് രേഖയുണ്ട്. തിരുവെഴുത്തുകളിൽ അതിന് രേഖയുണ്ട്. ഇതുകൊണ്ട് ഇത് പാരമ്പര്യമുള്ള സഭ അതങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ഈ മനോരോഗമുള്ളവർ എവിടെയെങ്കിലും ഒരു വാക്യം കണ്ടുപിടിച്ചിട്ട് അത് ഇന്നതാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. ഇനി അടുത്തത് ഒരു സഭാ പിതാവിന്റെ റൈറ്റിംഗ്സ്, പാട്രിസ്റ്റിക് റൈറ്റിംഗ്സ് ഞാൻ വായിക്കാം. ജോൺ ഓഫ് ദമാസ്കസിലെ യോഹന്നാൻ, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നിന്ന് ഒരു ഭാഗം ഈ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി. ഇറ്റ് ഈസ് നോട്ട് വിത്തൗട്ട് റീസൺ ഓർ ബൈ ചാൻസ് ദാറ്റ് വി വർഷിപ്പ് ടുവേഴ്സ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു യാദൃച്ഛികതയായിട്ടോ ഒരബദ്ധം പറ്റിയോ അല്ല നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. But seeing that we are composed of a visible and invisible nature, that is to say, a nature partly of spirit and partly of sense, we render also a twofold worship to the Creator, just as we sing both with our spirit and our bodily lips, and are baptized with both water and spirit, and are united with the Lord in twofold manner, being sharers in mysteries and in the grace of the Spirit. അപ്പോൾ ദമാസ്കസിലെ ജോൺ പറയുന്നത്, നമ്മൾ വെള്ളത്തിനാലും ആത്മാവിനാലും സ്നാനമേറ്റു, നമ്മൾ കർത്താവിനെ ശരീരത്തിലും ആത്മാവിലും കർത്താവിനോട് ഒന്നാകുന്നു, നമ്മൾ പാടുമ്പോൾ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും കർത്താവിന് പാടുന്നു. അപ്പോൾ ടൂഫോൾഡ് നേച്ചർ ഓഫ് അവർ ബീയിങ് ആൻഡ് ടൂഫോൾഡ് നേച്ചർ ഓഫ് അവർ വർഷിപ്പ്, ടൂഫോൾഡ് നേച്ചർ ഓഫ് അവർ സാൽവേഷൻ, ഇതെല്ലാം ജോൺ ഓഫ് ഡമാസ്കസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാണ്. സിൻസ് therefore God is spiritual light and Christ is called in the scriptures son of righteousness and day spring. അപ്പോ ദൈവം നമ്മുടെ ആത്മീക വെളിച്ചമാണ്. ക്രിസ്തു തിരുവെഴുത്തിൽ നീതിയുടെ സൂര്യനെന്നും ഉദയനക്ഷത്രമെന്നും വിളിക്കപ്പെട്ടിരിക്കുന്നു. സൺ ഓഫ് റൈറ്റിയസ്നെസ് ആൻഡ് ഡേ സ്പ്രിംഗ്. അപ്പോൾ ഉദയനക്ഷത്രമെന്നും നീതിയുടെ സൂര്യനെന്നും ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നു. The east is the direction that must be assigned to his worship, for everything good must be assigned to him, from whom every good thing arises. Indeed, the divine David also says, "Sing unto God, ye kingdoms of the earth, or sing praises unto the Lord, to him that rideth upon the heavens of heavens towards the east." Moreover, the scripture also says, "And God planted a garden eastward in Eden, and there he put the man whom he had formed, and when he had transgressed his command, expelled him and made him dwell over against the delights of paradise, which clearly is the west." അപ്പൊ കിഴക്ക് ഏദനിൽ ദൈവം ഒരു തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. അങ്ങനെ പർദീസായുടെ പരമാനന്ദങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ മനുഷ്യവർഗം വിധിക്കപ്പെട്ടു. അത് നിശ്ചയമായും പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ഏദൻ കിഴക്കാണ്. അതുകൊണ്ട് ലോസ്റ്റ് ടു പാരഡൈസിനെ നോക്കി മനുഷ്യൻ വിലപിച്ചിരുന്നു. ലോസ്റ്റ് ടു പാരഡൈസിനെ നോക്കി അവൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ഫ്രം വെരി ഏർലി ടൈം ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യവർഗത്തിന്റെ ആരംഭം മുതൽ അവൻ കിഴക്കോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം പർദീസ നഷ്ടം. സോ ഗോഡ് സെൻഡ് ഹിസ് സൺ ഫോർ ദ റിസ്റ്റോറേഷൻ. അപ്പൊ ദൈവം തന്റെ പുത്രനെ റിസ്റ്റോറേഷന് വേണ്ടിയാണ് അയച്ചത്. നമുക്ക് നഷ്ടപ്പെട്ട എന്താണ്? ആദാമിൽ നഷ്ടപ്പെട്ടത് ഏദനാണ്. ഏദൻ കിഴക്കാണ്. അതുകൊണ്ട് ആ കിഴക്കോട്ട് തിരിഞ്ഞത് പ്രാർത്ഥിക്കുന്നത്. പാരഡൈസ് ഫേസിംഗ് ടുവേഴ്സ് ദ ലോസ്റ്റ് ടു പാരഡൈസ്. നഷ്ടപ്പെട്ട പർദീസ. ഈ അടുത്ത കാലത്ത് മതം സ്വീകരിച്ചവർക്ക് ഈ പാരഡൈസ് നഷ്ടപ്പെട്ടോ എന്ന് അറിയത്തില്ല. പാരമ്പര്യമുള്ളവർ അത്ര ആ പാരമ്പര്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, പാരഡൈസ് ലോസ്റ്റ്. അതുകൊണ്ടാണ് യഹൂദന്മാർ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സൂര്യനമസ്കാരം നടത്താനല്ല, കിഴക്കുവശത്താണ് അവരുടെ നഷ്ടപ്പെട്ട ഏദനുള്ളത്. അതുകൊണ്ട് ആ നഷ്ടത്തെ ഓർത്ത് അത് പ്രാർത്ഥിക്കുന്നു. അടുത്തത് മോശയുടെ സമാഗമന കൂടാരം. അതിന്റെ വെയിലും മേഴ്സി സീറ്റും അതിന്റെ തിരശീലയും കൃപാസനവും കിഴക്കോട്ട് ആണ് ദർശനമായിട്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുരിശിന്റെ പ്രാധാന്യം സംസാരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ പാളയത്തിന്റെ പടം കാണിച്ചായിരുന്നു. ആ പടം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ട്രൈബ് ഓഫ് ജൂദ, അതായത് യഹൂദ ഗോത്രത്തിന്റെ ക്യാമ്പ് കിഴക്കുവശത്താണ്. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമാണ്. ഈ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. കിഴക്കുവശത്താണ് യഹൂദ ഗോത്രത്തിന്റെ ക്യാമ്പ് ഇറങ്ങുന്നത്. പിന്നെ സോളമന്റെ ദൈവാലയം, യെരുശലേം ദൈവാലയത്തിൽ പല ഗേറ്റ് ഉണ്ട്. അതിൽ ഗേറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വാതിൽ എന്നറിയപ്പെടുന്ന വാതിൽ
കിഴക്കുവശത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സകല തർക്കങ്ങൾക്കും സമാപ്തിയായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുരിശിൽ തൂങ്ങിയപ്പോൾ അവന്റെ മുഖം പടിഞ്ഞാറ് വശത്തോട്ടായിരുന്നു. പടിഞ്ഞാറ് വശത്തോട്ട് ദർശനമായിട്ടാണ് കാൽവരി കുന്നിൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ട്. അപ്പോൾ നമ്മൾ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നു എന്ന ഒരു വിശ്വാസം ഒരു ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് എൻ്റെ പാരമ്പര്യം. അപ്പം നമ്മൾ പലപ്പോഴും കുരിശിന്റെ തണലാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും. പക്ഷേ കുരിശ് യഥാർത്ഥത്തിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് കുരിശിലേക്ക് നോക്കി ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി വേറെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 47:3. ഇത് പെന്തക്കോസ്തുകാർക്ക് നല്ല താല്പര്യം വരുന്ന ഒരു വാക്യമാണ്. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഏതാണത്? ഒട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. യെഹെസ്കേൽ പ്രവചനം 47 2-ാമത്തെ വാക്യം. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്നു. പൂവുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എങ്ങോട്ട്? കിഴക്കോട്ട്. എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എങ്ങോട്ടാ? ഏദനിലേക്ക് അടുക്കുകയാണ്, റിസ്റ്റോറേഷനിലേക്ക് അടുക്കുകയാണ്. പിന്നെ എന്നെ വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വയ്യാത്തൊരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തു, നോക്ക്, ജീവവൃക്ഷം ഏദനിലേക്ക്, റിസ്റ്റോറേഷനാണ്, ഏദനിലേക്ക് പോവാണ്. അതെങ്ങോട്ടാണ്? ഫേസിംഗ് ടുവേഴ്സ് ഈസ്റ്റ്, കിഴക്കോട്ട് തിരിഞ്ഞുള്ള നിൽപ്പിൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ ആത്മാവിന്റെ നിറവുണ്ടാകുന്നത്. വെറുതെ പാട്ട് പാടിയിട്ട് ആവശ്യമില്ല, അത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അതുകൊണ്ട് സകല പെന്തക്കോസ്തുകാർ മനസ്സിലാക്കുക, ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾ കിഴക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്, കിഴക്കോട്ട് തിരിഞ്ഞാണ്. അതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന 2000 വർഷത്തെ പാരമ്പര്യമുള്ളവനെ, അത് സൂര്യ നമസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് പുലഭ്യം പറയുന്നതിന് മുമ്പ് തിരുവെഴുത്ത് ശരിയായ വിധത്തിൽ പഠിക്കണം. അതുകൊണ്ട് ഇവരുടെ ഈ 11 അക്ക കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ഐക്യമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ട്രാക്റ്റാണ്. അവരുടെ സംയുക്ത പ്രസ്താവനയാണ്. കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ, പൗരോഹിത്യ അപ്പോസ്തോലിക സഭകൾക്കെതിരായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഫത്വയാണിത്. ഇതാണ് അവരുടെ മെയിൻ ആയുധം. അതിലെ 1-ാമത്തെ പോയിന്റാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് യാതൊരു അർത്ഥവും ഇല്ല. ബൈബിളിൽ നിന്ന് മുറിവാക്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത് 2-ാമത്തെ പോയിന്റ്, സഭാ നേതാക്കൾ തലമുടി പ്രാർത്ഥിക്കുന്നു. തെറ്റ്. അത് കർത്താവിനെ അപമാനിക്കുന്നു. ഭയങ്കരം തന്നെ. 1 കൊരിന്ത്യർ 11:4 വായിച്ചേക്കാം. 1 കൊരിന്ത്യർ 11:4. ഇതാണ് പെന്തക്കോസ്ത് സഭ, തിരുവെഴുത്തും പ്രകാരമുള്ള സഭ, തിരുവെഴുത്ത് അനുസരിച്ചുള്ള സഭ. എന്താണ് ഇവരുടെ തിരുവെഴുത്ത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. യാതൊരു മുറിവാക്യമാണ് മുഴുവൻ മുറിവാക്യം. 1 കൊരിന്ത്യർ 11:4. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീ തന്നെ അതവൻ ക്ഷൗരം ചെയ്യിച്ചതിന് പോലെയല്ലോ. സ്ത്രീ മൂടുപടമില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പദവിയും തേജസ്സുമാകിയാൽ
പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനം. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനം. പുരുഷൻ മുടി നീട്ടരുത്. മുടിയുടെ നീളം എത്രയാണ്? മുടിക്ക് എത്രയാ നീളം? പെന്തക്കോസ്തുകാരൊക്കെ ഉത്തരം പറയണം. നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? പുരുഷൻ മുടി നീട്ടരുതെന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് നീട്ടരുത്, എത്ര തൊട്ട് നീട്ടരുതെന്ന്? 1 ഇഞ്ച് നീളം വന്നാലേ നീളമാ. പുരുഷൻ മുടി നീട്ടരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് ഹെയർ സ്റ്റൈൽ, ഇങ്ങനെ ആക്കണം. പറ്റുമോ നിനക്കൊക്കെ? ഇങ്ങനെ ഇതാണ് കറക്റ്റ് ബിബ്ലിക്കൽ ഹെയർ സ്റ്റൈൽ ആക്കി വെച്ചിരിക്കുക ഞാൻ 1 കൊരിന്ത്യർ 11 വെച്ച്. അപ്പൊ ഇതിനകത്ത് പുരുഷനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാല് ഓർത്തഡോക്സ് സഭയിലെ മേൽപ്പട്ടക്കാര് ആണ് തല മൂടുന്നത്. അവരുടെ മേൽപ്പട്ടക്കാരല്ലാത്ത ആരും തലമൂടി പ്രാർത്ഥിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. വരം ലഭിച്ചവർക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവരാജ്യം നിമിത്തം സ്വയം ഷണ്ണത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അബ്സ്റ്റൈൻ ഫ്രം മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഇപ്പം വോളണ്ടിയർലി സ്വമേധയാ വിവാഹം വേണ്ട എന്ന് വെച്ച്, വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് സ്വയം വേർതിരിക്കുന്ന ആളുകൾ, അവരെ വിളിക്കുന്നതാണ് ദൈവരാജ്യം നിമിത്തം ഷണ്ണത്വം സ്വീകരിച്ചവർ. അപ്പൊ ദൈവരാജ്യം നിമിത്തം ഷണ്ണത്വം സ്വീകരിച്ച അവരെ പുരുഷന്മാരായി കണക്കാക്കുന്നില്ല, ഷണ്ണന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ തല മൂടുന്നത് ആരാണ്? ദൈവരാജ്യം നിമിത്തം ഷണ്ണത്വം സ്വീകരിച്ച മേൽപ്പട്ടക്കാരാണ്. സോ അതുകൊണ്ട് സ്ക്രിപ്ചറിന് ഒരു കാരണവശാലും അത് എതിരല്ല, അത് വയലേറ്റ് ചെയ്യുന്നില്ല. അത് അബദ്ധ പ്രസ്താവനയാണ്. അടുത്തത് രണ്ടാമത്തെ പടക്കമാണത്. ചീറ്റിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പറഞ്ഞോണം, ഞാനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തത്, സഭാ നേതാക്കളെ ഫാദർ, ഹോളി ഫാദർ എന്നൊക്കെ വിളിക്കുന്നത് തെറ്റ്. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അയ്യോ, മത്തായി 23:9. കുഴഞ്ഞില്ലയോ? ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അപ്പൊ അതുകൊണ്ട് സംഗതി കുഴഞ്ഞു. മത്തായിയുടെ 23:9 എടുത്തേക്കാം. മത്തായിയുടെ 23:9. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്. ഒരുത്തനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങളുടെ ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ്. തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ. മത്തായിയുടെ സുവിശേഷം 23. നിങ്ങളോ റബി എന്ന് പേരെടുക്കരുത്. ഒരുത്തനത്ര നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്. ഒരുത്തനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. അപ്പൊ 3 കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരു എന്ന പേരെടുക്കരുത്, നായകൻ എന്ന പേരെടുക്കരുത്, ഗുരു എന്ന പേരെടുക്കരുത്, നായകൻ എന്ന പേരെടുക്കരുത്, എന്ന് പറഞ്ഞാൽ ലീഡർ എന്ന പേരെടുക്കരുതെന്ന്. പെന്തക്കോസ്തില് മുട്ടിന് ലീഡേഴ്സ് സെമിനാർ കാണാം. മനസ്സിലായോ? ഞങ്ങൾ എപ്പോഴും കാണാം ഫേസ്ബുക്കിലൊക്കെ ലീഡേഴ്സ് സെമിനാർ. ലീഡർ എന്ന് പേരെടുക്കരുത്, നായകൻ എന്ന് പേരെടുക്കരുത്. അപ്പൊ ഇത് ഏത് കാര്യം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ വിമർശിക്കാൻ വേണ്ടി എടുത്ത് ചാടുകയാണ്. അപ്പൊ ഗുരു എന്ന് പേരെടുക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 23, യോഹന്നാന്റെ സുവിശേഷം 3 വായിക്കുമ്പോൾ യേശു തന്നെ നിക്കോദിമോസിനെ ഗുരു എന്ന് വിളിക്കുന്നുണ്ട്. നീ ഇസ്രായേലിന്റെ ഗുരുവായിട്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ഇത് പോസിറ്റീവായിട്ടാണ് പറയുന്നത്, നെഗറ്റീവായിട്ടല്ല. അപ്പൊ അത് ആ സെൻസിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് അബദ്ധം സംഭവിക്കുന്നത്. അതാത് സെൻസിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഫാദർ എന്ന് വിളിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം അപ്പോസ്തലനായ പൗലോസ്
1 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല എന്ന് പറഞ്ഞുണ്ട്. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തെ ജനിപ്പിച്ചത്, ആകയാൽ എന്റെ അനുകാരികളാകുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോ പുരാതന കാലം തൊട്ട്, ഫ്രം ദ വെരി ഏർലിയസ്റ്റ് ടൈം, ഈ ചർച്ചില് ശുശ്രൂഷമാരെ ഫാദർ എന്ന് വിളിച്ചിരുന്ന പാരമ്പര്യമുണ്ട്. ഫാദർ പൗലോസ് പറയാണ്, ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചത്, ഞാനാണ് നിങ്ങളുടെ പിതാവ്. അപ്പോൾ ഒരു പിതൃവാത്സല്യത്തോടെ, ആ പിതാവിന്റെ അധികാരത്തോടെയാണ് ഈ കത്തയക്കുന്നത്. അതുകൊണ്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, സ്ക്രിപ്ചറിൽ തന്നെ കാണുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ അങ്ങനെയാ, കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ എന്ന് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ? ഹീസ് ഫാദർ. ഞാൻ പറഞ്ഞില്ല, അതില്ലാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അതുണ്ടെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതില്ലാത്തതിന്റെ ദോഷമാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ചീപ്പ് ആരോപണങ്ങളായിട്ട് വരുന്നത്. യേശുക്രിസ്തു പറഞ്ഞ എന്താണ്, എന്തിനാണ് അത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ആ പശ്ചാത്തലത്തിൽ കർത്താവ് എന്തിനാണ് അഡ്രസ് ചെയ്തത്. അല്ലാതെ ആരെയും ഫാദർ എന്ന് വിളിക്കരുതെന്നോ അങ്ങനെ വിളിക്കുന്ന കുഴപ്പമാണെന്നൊന്നും അതിന് അർത്ഥമില്ല. ഇങ്ങനെ ലിറ്ററലായിട്ട് എടുക്കാൻ പോകുമ്പോൾ കർത്താവ് തന്നെ ഈ നിക്കോദിമോസിനെ ഗുരു എന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫാദർ എന്ന് വിളിക്കുന്നത് ഒരിക്കലും സ്ക്രിപ്ചറിനെതിരല്ല. ഈവൻ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പിതാവായിരിക്കുന്ന ജോൺ കാൽവിൻ പോലും പറഞ്ഞിട്ടുണ്ട്, അത് വളരെ നല്ല ഒരു മാതൃകയാണ് ഫാദർ എന്ന് വിളിക്കുന്നത്. അതൊരിക്കലും ആന്റി സ്ക്രിപ്ചറൽ അല്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിതാണ് കാണുന്നത്. നമ്മൾ തിരുവഴുത്തിൽ പല ഭാഗത്തും കാണുന്നുണ്ട് അപ്പോസ്തലന്മാർ പിതൃവാത്സല്യത്തോടെ സഭയെ, വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് പിതാക്കന്മാർ അധികമില്ല, പക്ഷെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം 3-ാമത്തെ പടക്കവും ഒരു നനഞ്ഞ പടക്കമാണ്. 4-ാമത്തത് സഭാധ്യക്ഷന്മാർക്ക് വിവാഹം വിലക്കുന്നത് ഭൂതങ്ങളുടെ ഉപദേശം. 1 തിമോത്തിയോസ് 4:1-4 വരെ. 1 തിമോത്തിയോസ് 4:1-4 വരെ വായിച്ചേക്കാം. എന്നാലും നമ്മൾ ഫത്വ വായിക്കുക, അപ്പം മുഴുവൻ വായിക്കണം. 1 തിമോത്തിയോസ് 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കവടത്താൽ വിശ്വാസം ത്യജിക്കുന്ന ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും ആരുടെ വിവാഹം? സഭാധ്യക്ഷന്മാരുടെ വിവാഹം വിലക്കുന്നവരുടെ ബാക്കിയുണ്ടോ? വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർദ്ധിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇതെല്ലാം റോങ് ആയിട്ട് ഉള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സഭാധ്യക്ഷന്മാർ വിവാഹം വിലക്കുന്നതെന്ന് പറഞ്ഞില്ല. വിവാഹം ആർക്കും വിലക്കുന്നില്ല, സഭ അധ്യക്ഷന്മാരുടെ. ഇപ്പൊ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ അതേക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെ സഭാധ്യക്ഷന്മാർ, ഇടവപ്പട്ടക്കാരെല്ലാം വിവാഹിതരാണ്. വിവാഹം കഴിക്കാത്തവരാരും ഇടവപ്പട്ടക്കാരാകുന്നില്ല. വിവാഹം കഴിക്കാത്ത ആളുകൾ ദേറാപ്പട്ടക്കാരാണ്. അത് വേറെ സെക്ഷനാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ അത് മനസ്സിലാക്കുക. അത് പണ്ട് തൊട്ട് അങ്ങനെയാണ്. അതിനകത്ത് ആരും വിലക്കുന്നില്ല, അതെല്ലാം വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നതാണ്. അതിനകത്തൊരർത്ഥമില്ല. 5 ചില ഭക്ഷണ സാധനങ്ങളെ മാത്രം വെടിഞ്ഞ് നോമ്പ് നോക്കുന്നു. യോബിന് വന്ന വിഷമം നോക്കിക്കോണേ. തെറ്റ്, ഭൂതങ്ങളുടെ ഉപദേശം. 1 തിമോത്തിയോസ് 4:1. അപ്പൊ ഇത് ഭൂതങ്ങളുടെ ഉപദേശമാണെന്നാണ്. ചില ഭക്ഷണ സാധനങ്ങൾ മാത്രം വെടിഞ്ഞ് നോയമ്പെടുക്കുന്നത് ഭൂതങ്ങളുടെ ഉപദേശമാണെന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. അവർ ഐക്യമായിട്ട് ഇറക്കിയിരിക്കുന്ന ട്രാക്റ്റാണ്. 11 പോയിന്റുള്ള ട്രാക്റ്റാണ്. 11 പോയിന്റുള്ള ട്രാക്റ്റില് നമ്മൾ കാണുന്നത് അതിന്റെ കാണുന്ന 5-ാമത്തെ പോയിന്റാണ് നമ്മൾ വായിച്ചത്. 5-ാമത്തെ പോയിന്റ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത്, ഇതിന് ഏറ്റവും നല്ല മാതൃക, നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം എടുക്കുക. ദാനിയേൽ ഉപവസിക്കുന്നത് എങ്ങനെയാണ്? ദാനിയേൽ ഉപവസിക്കുന്നത് മാംസവും വീഞ്ഞും ഒഴിവാക്കിയാണ് ഉപവസിക്കുന്നത്, ശാഖപദാർത്ഥം കഴിച്ചുകൊണ്ട്. ദാനിയേൽ ഫാസ്റ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ദാനിയേൽ ഫാസ്റ്റിംഗ്. അപ്പൊ ഇതിനകത്ത് തിരുവെഴുത്തിൽ തന്നെ
അപ്പൊ ഇവരുടെ അഭിപ്രായ പ്രകാരം ദാനിയേലിന് ഭൂതമാണെന്നാണ്. തിരുവഴുത്തിലെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ദാനിയേൽ ഫാസ്റ്റിംഗ്. ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോയമ്പാണ്. അതിനകത്ത് സ്വാദുഭോജ്യങ്ങൾ ഒഴിവാക്കുക, മാംസം ഒഴിവാക്കുക, വീഞ്ഞ് ഒഴിവാക്കുക, ഇതൊക്കെയാണ് ദാനിയേൽ ചെയ്തത്. ദാനിയേൽ ഫാസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ നോക്കിയാൽ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം എടുത്താൽ മതി. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ദാനിയേൽ ഫാസ്റ്റിംഗ്. 21 ഡേയ്സ് ഫാസ്റ്റിംഗ്, 21 ഡേയ്സ് ഫാസ്റ്റിംഗ് എന്ന് സാധാരണ പെന്തക്കോസ്തുകാർ പറയുന്ന ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ദാനിയേൽ മാതൃകയിൽ ദാനിയേൽ നോയമ്പാണ് എടുത്തത്. അതിന്റെ ഉത്തമമായ അനുകരണമാണ് ഈ ഓർത്തഡോക്സ് സഭക്കാരുടെ നോയമ്പ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്തുകാര് ഇറക്കിയിരിക്കുന്ന ട്രാക്റ്റിലെ 5-ാമത്തെ പടക്കം ചീറ്റിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. 5-ാമത്തെ പടക്കം. ഇനി 6-ാമത്തെ പടക്കമാണ്. വിഗ്രഹം ഉണ്ടാക്കുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു, വളേച്ഛത, കൽപ്പനാലംഘനം, കുറെ വാക്യം കൊടുത്തിട്ടുണ്ട്. ആവർത്തനം 4, പുറപ്പാട് 20, വെളിപ്പാട് 22. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വാക്യങ്ങള് വിഗ്രഹം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ ബൈബിളിലുണ്ട്. കെരൂബുകളുടെ രൂപം ഉണ്ടാക്കാൻ, അടിപ്പുപണിയായിട്ടുണ്ടാക്കാൻ, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരു രൂപം കണ്ട ഉടനെ അത് വിഗ്രഹമാണ് എന്ന് വിചാരിക്കുന്ന അത്ര വിവരദോഷം ഈ ഭൂമിയിൽ ഈ വക ആളുകൾക്കല്ലാതെ വേറെ ആർക്കും കാണത്തില്ല. പിന്നെ വിഗ്രഹങ്ങളെ പറ്റി തന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ലൈവ് ചെയ്തു. അത് കിടപ്പുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. കാരണം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരം വെക്കുന്നതാണ് വിഗ്രഹം. ദൈവത്തിന് പകരം വെക്കുന്നതാണ് വിഗ്രഹം. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരു രൂപം ഇരിക്കുന്നത് വിഗ്രഹമല്ല. രൂപം കണ്ടാടുന്ന വിഗ്രഹമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഒന്നും വീട്ടിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ടോയ്സും ഡോൾസും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബാർബിയുടെയും ഒക്കെ ഡോൾസ് ഉണ്ടല്ലോ, ഡോറയുടെയും ബാർബിയുടെയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മുടെ ടെഡി ബിയർ, അങ്ങനെയൊക്കെയുള്ള ഡോൾസ് ഉണ്ട്. അതെല്ലാം വിഗ്രഹമാണെന്ന് പറയേണ്ടി വരും. എല്ലാം രൂപ, കരടിയുടെ രൂപം, പെങ്കൊച്ചിന്റെ രൂപം, അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളല്ലേ. അതുകൊണ്ട് ആദ്യം ഒരു പ്രാഥമികമായ അറിവെങ്കിലും ഉണ്ടായിട്ട് വേണം പെന്തക്കോസ്തുകാർ ട്രാക്ട് ഇറക്കാൻ. ഇങ്ങനത്തെ ട്രാക്ട് ഇറക്കി സ്വയം പരിഹാസ്യരാകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് 7 മാമോദിസായിൽ വീണ്ടും ജനനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് തെറ്റ്. വീണ്ടും ജനനം ദൈവവചനത്താൽ 1 പത്രോസ് 1:23. 1 പത്രോസ് 1:23 അത് വലിയൊരു തിയോളജിക്കൽ വിഷയമാണ്. ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള പോയിന്റ്, പെന്തക്കോസ്തുകാർക്ക് എന്തിനാണ് സ്നാനം? എന്തിനാണ് സ്നാനം പറയാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും പെന്തക്കോസ്തുകാരൻ മലയാളികളുടെ ഇടയിൽ ഇരിപ്പുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ലൈവിൽ ചോദിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് പറയാം എന്തിനാ സ്നാനം എന്ന് പറയാൻ. നരിയാണി ഉണ്ടെങ്കിൽ, പിന്നെ തണ്ടല്ലുണ്ടെങ്കിൽ, ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ പോരാ. 4 നൂറ്റാണ്ട് കാലം പെന്തക്കോസിൽ നിന്ന് പെന്തക്കോസിലെ സകല ആളുകളോട് ഞാൻ തത്തം കുത്തം ചോദിച്ചതാണ് എന്തിനാ സ്നാനം. ഇന്ന് വരെ ഒറ്റയൊരുത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ ചോദിക്കുക. വിശ്വാസിക്കും അറിയത്തില്ല, പാസ്റ്റർക്കും അറിയത്തില്ല, മൂത്ത പാസ്റ്റർക്കും അറിയത്തില്ല, സെൻട്രൽ പാസ്റ്റർക്കും അറിയത്തില്ല, ആഗോള പ്രസിഡന്റിനും അറിയത്തില്ല, ഒരുത്തൻ അറിയത്തില്ല എന്തിനാ സ്നാനം. പക്ഷേ കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെ പെന്തക്കോസിൽ ചേർക്കാനുള്ള എളുപ്പമാർഗം എന്ന നിലയ്ക്ക് നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറയും. എന്തിനാന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഞാൻ വെല്ലുവിളി തന്നെയാണ്, ആവർത്തിക്കുകയാണ്. 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള പാസ്റ്റർ മുതൽ 5 ഡോക്ടറേറ്റ് ഉള്ള പാസ്റ്ററെ വരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആർക്കും വരാം. 5ാം ക്ലാസ് വരെ പഠിച്ച പാസ്റ്റർക്ക് തൊട്ട് 5 ഡോക്ടറേറ്റ് ഉള്ളവരെ വരെ ഇപ്പൊ ഇൻവൈറ്റ് ചെയ്യുക. തന്റെ അവിടെ ഉണ്ട് ഇവിടെ ഒന്ന് ചോദിച്ചു എന്തിനാ സ്നാനം എന്ന് പറയും. ചോദ്യത്തിന് ഉത്തരം പറയാം എന്തിനാ സ്നാനം. ഏതെങ്കിലും പെന്തക്കോസ്തുകാരന്മാർക്ക് അറിയാവോ എന്തിനാ സ്നാനമെന്ന്? ബ്രദറുകാർക്കും വരാം. എന്തിനാ സ്നാനം? ചുമ്മാ ബബ്ബബ്ബബ്ബാക്കാൻ പറ്റില്ല. ചോദിക്കുന്നതിന് ഉത്തരം പറയണം. എന്തിനാ സ്നാനം? എന്തിനാണ് സ്നാനം? ഈ വെല്ലുവിളി ഇവിടെ കിടക്കും. വേറെ എപ്പോഴെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ല പോസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നിട്ട് പറയണം
ഞാൻ പിന്നെ നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങളെ വഞ്ചിച്ച് മതപരിവർത്തനം നടത്താനുള്ള ഒരു സൂത്രം അവരെ സംബന്ധിച്ച് അതറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് വിശദീകരണം തരുന്നില്ല. ഇതൊരു ഇതായിട്ട് കിടക്കട്ടെ. എന്നാണല്ലോ അവരിത് പറഞ്ഞാണല്ലോ. അറിയത്തില്ല. നിങ്ങൾ ആരും വിഷമിക്കുകയോ എന്നോട് പിണങ്ങോ ചെയ്യേണ്ട. നിങ്ങളുടെ സഭയിൽ ഉപദേശിക്കോ അറിയത്തില്ല. സ്നാനത്തിന്റെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, പിന്നെ സ്നാനപ്പെടുന്നതിന് മുമ്പ് സ്നാനത്തിന്റെ ക്ലാസ്സിന് പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി സ്നാനം എന്തിനാന്ന്? ഇവന്മാർക്ക് അറിയത്തില്ല, ഇവർക്ക് ആർക്കും അറിയത്തില്ല, ഒരു ബന്ധക്കോസുകാർക്കും അറിയത്തില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. എന്നാ അറിയാമെങ്കിൽ ഇവിടെ ഒന്ന് പറ. അറിയത്തില്ല. ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ 25 വർഷം സകല പാസ്റ്റർമാരോടും വിശ്വാസമുള്ള ഇല്ലാന്ന് ചോദിച്ചു, ഒറ്റ ഒരാൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബന്ധക്കോസുകാർക്ക് അറിയത്തില്ല. പിന്നെ മറ്റവർക്ക് തെറ്റാന്ന് പറയാൻ അറിയാം, അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഉപദേശമില്ല. 7ാമത്തെ സാധനമാണ് അടുത്തത്. അല്ല, 7 കഴിഞ്ഞു. ഇനി 8ാമത്തെ രക്ഷയ്ക്ക് 7 കൂദാശകൾ ആചരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. തെറ്റ്. രക്ഷ ദൈവത്തിന്റെ ദാനം. ഒരു കൂദാശയും രക്ഷിക്കയില്ല. എഫേസ്യർ 2:8-9 വരെ. ആദ്യം തന്നെ ഈ കൂദാശ എന്താണെന്ന് ഈ ട്രാക്ട് എഴുതിയവന്മാർ മനസ്സിലാക്കണം. രക്ഷയ്ക്ക് 7 കൂദാശകൾ ആചരിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. രക്ഷയ്ക്ക് 7 കൂദാശ ആചരിക്കണം എന്ന് ഒരു സഭയും ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നില്ല. എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർത്തഡോക്സുകാർ ഇവിടെ എഴുതുക. രക്ഷയ്ക്ക് 7 കൂദാശ വേണമെന്ന് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരുമേ എന്നാണ് ഓർത്തഡോക്സ് സഭ ഓരോ കുർബാനയും കഴിയുമ്പോൾ ബെനഡിക്ഷൻ പറയുന്നത്. ആശീർവാദം പറയുന്നതാണ്. പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായിൽ മുദ്ര കുത്തപ്പെട്ടവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജയമുള്ള സ്ലീബായാൽ രക്ഷപ്പെട്ടവരുമേ. അപ്പം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ത്രൂ ദ വിക്ടോറിയസ് ക്രോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ കൂദാശ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രത്യക്ഷമായിരിക്കുന്ന രക്ഷയുടെ പ്രത്യക്ഷമായ അടയാളമാണ് കൂദാശ. A sacrament is a visible sign of invisible grace of our Lord Jesus Christ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സമൃദ്ധമായ കൃപയുടെ അപ്രത്യക്ഷമായിരിക്കുന്ന കാണാൻ കഴിയാത്ത കൃപയുടെ സമൃദ്ധിയുടെ പ്രത്യക്ഷമായ അടയാളമാണ് കൂദാശ. അപ്പൊ കൗദാശികം ആയിട്ട് ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് വിവാഹം ഒരു കോൺട്രാക്റ്റാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ വിവാഹം ഒരു കോൺട്രാക്റ്റാണ്. പക്ഷേ ഓർത്തഡോക്സിൽ അതൊരു കൂദാശയാണ്. വിവാഹം ഒരു കൂദാശയാണ്, ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് അല്ല. ഇറ്റ്സ് എ കൂദാശ, ഹോളി സാക്രമെന്റ്. പെന്തക്കോസ്തുകാർക്ക് സ്നാനം അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷ്യപ്പെടുത്തുക എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അപ്പം ഇറ്റ്സ് എ പബ്ലിക് അനൗൺസ്മെന്റ് ഓർ ഡിക്ലറേഷൻ ആണ്. പക്ഷേ ഓർത്തഡോക്സുകാർക്ക് അതൊരു കൂദാശയാണ്. ഇതാണ് വ്യത്യാസം. കൂദാശ എന്ന് കാണുന്നു. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പദവിയാണ്. ഓർത്തഡോക്സുകാരെ സംബന്ധിച്ച് ഒരു കശീശ എന്ന് പറഞ്ഞാൽ ഒരു കൗദാശിക സ്ഥാനമാണ്. അപ്പൊ അത് കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിസ്റ്ററി, ക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ, അതാണ് മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ടാണ്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സീക്രട്ട് അല്ല, ദൈവത്തിന്റെ സീക്രട്ടാണ്. മനുഷ്യന്റെ സീക്രട്ടൊക്കെ അശുദ്ധമാണ്, കേൾക്കാൻ കൊള്ളത്തില്ല, വൃത്തികെട്ട കാര്യങ്ങളായിരിക്കും പലപ്പോഴും സീക്രട്ട് എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെതാകുമ്പോൾ, സീക്രട്ട് ദൈവത്തിൻ്റെതാകുമ്പോൾ ദാറ്റ്സ് ഹോളി. അപ്പൊ ഹോളി സീക്രട്ട്, അതാണ് മിസ്റ്ററി. മിസ്റ്ററി മീൻസ്, അല്ലെങ്കിൽ മിസ്റ്ററി മീൻസ് ഹോളി സീക്രട്ട്, പരിശുദ്ധ രഹസ്യം. അതാണ് നമ്മുടെ മലയാളത്തിൽ മർമ്മം എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ബൈബിൾ വായിക്കുമ്പം സഹോദരന്മാരെ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ആ വാക്യം ഈ മർമ്മം എന്ന് കാണുന്നിടത്തെല്ലാം നിങ്ങൾ പരിശുദ്ധ രഹസ്യം എന്നാക്കി വായിച്ചാൽ ആ വചനത്തിന് കുറെ അർത്ഥവ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും, ആഴം നിങ്ങൾക്ക് മനസ്സിലാവും. സഹോദരന്മാരെ, പരിശുദ്ധമായ ഒരു രഹസ്യം ഞാൻ നിങ്ങളെ അറിയിക്കാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കണ്ടോ? അപ്പം നിങ്ങൾ ഇനി മർമ്മം എന്ന് കാണുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ മർമ്മം എന്ന് കാണുമ്പോൾ നിങ്ങളുടെ പരിശുദ്ധ രഹസ്യം എന്ന് മനസ്സിലാക്കുക. മിസ്റ്ററി ഈസ് എ ഹോളി സീക്രട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ രഹസ്യത്തെയാണ് മർമ്മം, മിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് 7 കൂദാശ വേണം എന്ന്
Alina Lijo, I am not against Pentecostal doctrines. I am not against anyone, or I am not against anything. What I am trying to say, what I am trying to do, അതാണ് നിങ്ങളുടെ ചോദ്യം. കാരണം ഈ അൺവാണ്ടഡ് ഡിവിഷൻസ്, കാരണം ഈ സഭയിൽ ഈ ക്രൈസ്തവരുടെ ഇടയിൽ അൺവാണ്ടഡ് ആയിട്ട് ഈ നിസാര കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ടുള്ള ആ ചെളിവാരി എറിയലുകളും മത്സരങ്ങൾ അവസാനിക്കണം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായിട്ട് അത് ചെയ്യുന്നത് പെന്റക്കോസ്റ്റൽ വിഭാഗമാണ്. പെന്റക്കോസ്റ്റലിലെ ഇഗ്നോറന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം. അവരുടെ കണ്ണ് തുറക്കപ്പെടാൻ, ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പെന്തക്കോസ്ത് സഭയോടോ അതിന്റെ വിശ്വാസത്തോടോ അതിലെ അംഗങ്ങളോടോ എനിക്ക് യാതൊരുവിധ എതിർപ്പോ പ്രയാസമോ ഇല്ല. സുവിശേഷ വേല ചെയ്യേണ്ടത്, നിങ്ങൾ സുവിശേഷ വേല ചെയ്യേണ്ടത് നിങ്ങൾ അനുഭവിച്ച ദൈവത്തെ, എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവത്തെ ആളുകൾക്ക് കൊടുക്കുക. പെന്തക്കോസ്ത് ചർച്ചിന്റെ ഏറ്റവും പ്രാധാന്യം പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസ് ആണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അതാണ്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ. കരിസ്മാറ്റിക്കും പെന്തക്കോസ്തും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ സെയിം വാക്കാണ്. അപ്പം പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വേണ്ടത് കത്തോലിക്കരുടെയും യാക്കോബക്കാരുടെയും കുറ്റം പറയുക എന്നുള്ളതല്ല, മറിച്ച് പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വേണ്ടത് പവറാണ്. ഇപ്പൊ ഹോളി സ്പിരിറ്റിന്റെ പവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പൊ ഇതാണ് കാണിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടക്കട്ടെ. അതിലൂടെ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെട്ടു, യേശു ഇന്ന് ജീവിക്കുന്നു, യേശു ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു. അപ്പൊ ഇതിന് സാധിക്കാതെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറി ട്രാക്ട് വരെ അടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ അതൊരു എന്നാ പറയുന്നത്, ഇറ്റ്സ് നെഗറ്റീവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ദൈവത്തെ അറിഞ്ഞിട്ട് ആ ദൈവത്തെ ഷെയർ ചെയ്യുന്നതായിരിക്കണം ആത്മീക ജീവിതം. മറ്റേത് വെറും റിലീജിയോസിറ്റിയാണ്. ആ റിലീജിയോസിറ്റിക്കെതിരായിട്ട് ആണ് ഞാൻ പറയുന്നത്. ഒരു റിലീജിയസ് ഹാർമണി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് റിലീജിയോസിറ്റിയിലേക്ക് മാറി, മതവൈരാഗ്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ച അലീന ലിജോയാണ്, ആ സിസ്റ്ററോടാണ് ഞാൻ പറഞ്ഞത്. വാട്ടർ ബാപ്റ്റിസം ഈസ് എ പബ്ലിക് അക്നോളജ്മെന്റ് ആൻഡ് കൺഫെഷൻ. ഇതാണോ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിനാണോ? പെന്തക്കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് പെന്തക്കോസ്റ്റൽ ഡോക്ട്രിനെ ഡിഫെൻഡ് ചെയ്യാൻ ആശിഷ് ജേക്കബ് തെക്കേടത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ലൈവിൽ ജോയിൻ ചെയ്തിട്ട് അത് പറയാം. യു ആർ എ റിയൽ ക്രിസ്ത്യൻ. സ്നാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്താണെന്ന്, പിന്നെ മാറ്റി പറയരുത്. അപ്പൊ രക്ഷയ്ക്ക് 7 കൂദാശകൾ ആചരിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ 7 കൂദാശ ആചരിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൂദാശ 7 വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. 7 കൂദാശയും ഒരിക്കലും ഒരു വിശ്വാസിക്കും കിട്ടത്തില്ല. ഒരു വിശ്വാസിക്ക് 7 കൂദാശയും കിട്ടത്തില്ല ഓർത്തഡോക്സില്ല. കാരണം മേൽപ്പെട്ടക്കാർക്ക് വിവാഹം എന്ന കൂദാശയില്ല, അതുപോലെ അൽമായർക്ക് പട്ടത്ത് എന്ന കൂദാശയില്ല. അപ്പൊ അതുകൊണ്ടൊന്നും രക്ഷ 7 കൂദാശയിലാണെന്നൊന്നും പഠിപ്പിക്കുന്നില്ല. സഭയ്ക്ക് 7 കൂദാശകൾ നൽകപ്പെട്ടിരിക്കുന്നത്. അത് 7 തന്നെ, 7 കൂടുതലും കൂദാശയുണ്ട്. 7 എന്നുള്ള കണക്കാരാ കൊണ്ടുവന്നെന്ന് എനിക്കറിയത്തില്ല. 7 കൂടുതലും റിക്വസ്റ്റുകൾ ഞാൻ അപ്രൂവ് ചെയ്തിട്ടും ആരും ജോയിൻ ആകുന്നില്ല. നോക്കട്ടെ. അനിൽ കുമാർ കെ, ഒരു ആശിഷ് ജേക്കബിനെ ഞാൻ അപ്രൂവ് ചെയ്തു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല.
അനിൽകുമാർ കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 7 signifies completion in Judaism. Yeah. ആശിഷ്ടയൊക്കെ ഭയം ഹിയർ. പക്ഷെ ഇവിടെ എനിക്ക് റിക്വസ്റ്റ് കാണാൻ പറ്റുന്നില്ല. ഒന്നുകൂടി റിക്വസ്റ്റ് അയക്കും. അപ്പം അടുത്ത പോയിന്റ് 7 കൂദാശയുടെ കാര്യം വായിച്ചു. അടുത്തത് വചനത്തിന് പാരമ്പര്യത്തോട് തുല്യത കൽപ്പിക്കരുത്, ദൈവകൽപ്പന ദുർബലമാക്കുന്നു. മത്തായി 13:4 വായിച്ചേക്കാം. മത്തായി 13:4. വലിയ സംഭവം കേട്ടോ അത്. മത്തായി 13:4. നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ നിങ്ങളെ കുറിച്ച്. അപ്പൊ ഇവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നത് മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവർ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഈ പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. യേശുക്രിസ്തു അത് പറഞ്ഞത് അന്നത്തെ യഹൂദന്മാരുടെ അപ്പനെ അമ്മയും നോക്കുന്നതിന് പകരം, അതായത് വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പനെ അമ്മയും മകൻ നോക്കുന്നതിന് പകരം ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. വഴിപാട്, ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പനെ അമ്മ ഇവൻ നോക്കണ്ട, മറിച്ച് അപ്പനും അമ്മയും മരിച്ചാൽ അപ്പന്റെ അമ്മയുടെ അല്ലെ അപ്പന്റെ അമ്മയുടെയോ ആ വീട്ടിലെ ബിലോങ്ങിങ്സ് പുരോഹിതന് കിട്ടും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ അപ്പന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അവരുടെ കാലശേഷം ദൈവത്തിന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതന് കിട്ടും. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ പുരോഹിതൻ പറയും നീ നോക്കണ്ട, അപ്പൊ അവൻ എക്സംപ്റ്റഡ് ആണ്. ഇത് ദൈവവചനത്തിലുള്ളതല്ല, ഇവരിടയ്ക്ക് കൊണ്ടുവന്ന ഒരു സൂത്രപ്പണിയാണ്. അപ്പൊ അതിനെ കർത്താവ് വിമർശിക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും കർത്താവ് പാരമ്പര്യത്തിനെതിരായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ആ വാക്യം തെറ്റായി ഉദ്ധരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ നമ്മൾ നോക്കി കഴിയുമ്പം ധാരാളം സ്ഥലങ്ങളിൽ പാരമ്പര്യത്തെ കുറിച്ച് പറയാം. 2 തെസ്സലോനിക്കർ 3:6 സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോട് അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പാരമ്പര്യമാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചനുസരിച്ച് പാരമ്പര്യമാണ്. വാക്കിനാലോ ലേഖനത്തിനാലോ ഞങ്ങൾ പറഞ്ഞു തന്നതിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. അപ്പൊ ലേഖനത്താൽ തന്നെയല്ല വാക്കിനാലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓറൽ ട്രഡീഷൻ. അപ്പൊ ഏർലി ചർച്ചിനെ സംബന്ധിച്ച് ഓറൽ ട്രഡീഷൻ ആയിരുന്നു ഇമ്പോർട്ടന്റ്. അതായിരുന്നു മെജോറിറ്റി ഓഫ് പ്രാക്ടീസിന് ആധാരം. മെജോറിറ്റി ഓഫ് പ്രാക്ടീസും റിട്ടേൺ ട്രഡീഷൻ അല്ല, ഓറൽ ട്രഡീഷൻ ആയിരുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ പാരമ്പര്യം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പം ദൈവവചനം എന്ന് നിങ്ങൾ ഈ വിവക്ഷിക്കുന്നത്, ദൈവവചനം തന്നെ ഒരു പാരമ്പര്യമാണ്. കാരണം ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ദൈവവചനം ഉണ്ടായത്. അപ്പൊ 27 പുസ്തകങ്ങളാണ് ദൈവവചനം എന്ന് പെന്തക്കോസ്ത് വിഭാഗക്കാര് ഉറപ്പിച്ചും തറപ്പിച്ചും ആവർത്തിച്ചും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആ 27 പുസ്തകങ്ങൾ ദൈവവചനം
എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് പോലും ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബാവയുടെ പാരമ്പര്യമാണ്. കാരണം അത്താനാസിയോസ് ബാവയാണ് ഈ 27 പുസ്തകം നമുക്ക് കാനനൈസ് ചെയ്യാം, തിരുവെഴുത്തുകളോട് ചേർത്ത് വെക്കാം, കൊള്ളാം എന്ന് പറഞ്ഞത്. ദാറ്റ്സ് ഓൾസോ എ ട്രഡിഷൻ. അപ്പം ബൈബിൾ ഈസ് എ റിട്ടൺ ട്രഡിഷൻ. എഴുതപ്പെട്ട പാരമ്പര്യത്തിന്റെ പേരാണ് മക്കളെ ബൈബിള്. എഴുതപ്പെടാത്ത ബൈബിളിന്റെ പേരാണ് പാരമ്പര്യം. മനസ്സിലായോ? അതായത് എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ, എഴുതപ്പെടാത്ത പാരമ്പര്യമാണ് എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ, എഴുതപ്പെടാത്ത ബൈബിളാണ് പാരമ്പര്യം. ബൈബിൾ ഈസ് ദ റിട്ടൺ ട്രഡിഷൻ ആൻഡ് ട്രഡിഷൻ ഈസ് അൺറിട്ടൺ ബൈബിൾ. അപ്പൊ എഴുതപ്പെടാത്ത ബൈബിളാണ് നിങ്ങൾക്ക് കാണണോ, അതാണ് പാരമ്പര്യം. എഴുതപ്പെട്ട ഒരു പാരമ്പര്യം കാണണോ, അതാണ് ബൈബിൾ. ഇപ്പൊ പാരമ്പര്യം എഴുതപ്പെട്ടപ്പോൾ ബൈബിളായി, എഴുതപ്പെടാത്ത ബൈബിൾ പാരമ്പര്യമായി. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് പാരമ്പര്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പാരമ്പര്യത്തെ നിങ്ങൾ നിരാകരിച്ചാൽ ബൈബിളിനെ നിരാകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. മറ്റൊരു വാക്യം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2:15. ആകയാൽ സഹോദരന്മാരെ, ഞങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. അപ്പൊ ലേഖനത്താൽ മാത്രമല്ല, വാക്കിനാലും കൊടുത്തിരിക്കുന്നു. അപ്പൊ റിട്ടൺ ട്രഡിഷനും ഓറൽ ട്രഡിഷനും ചർച്ചിലുണ്ട് എന്ന് യാതൊരു തർക്കത്തിനും ഇടയില്ലാതെ, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വളരെ വ്യക്തമായിട്ട് ആ വാക്യം പറയുകയാണ്. സോ പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യർത്ഥമായ പാരമ്പര്യമുണ്ട്, സാർത്ഥകമായ പാരമ്പര്യമുണ്ട്, അർത്ഥമുള്ള പാരമ്പര്യമുണ്ട്. അത് പാരമ്പര്യം ഇല്ലെന്ന് പറയുന്ന പെന്തക്കോസ്തുകാര്, ഞാൻ ഒത്തിരി പേരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മാറി ചിന്തിക്കാൻ ഇടയായതെന്ന്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ദൈവദാനമായിട്ട് അല്പം തലച്ചോറ് എൻ്റെ തലക്കകത്ത് ഉണ്ടായിപ്പോയി. ഒന്നാമത്തെ കാരണം, എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ച്, കാനഡയിൽ നിന്ന് ഒരു പെന്തക്കോസ്ത് വിശ്വാസി, ജേക്കബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, റാന്നി സ്വദേശി ആണ് അദ്ദേഹം. ഇന്നലെ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി ചിന്തിക്കാൻ കാരണം. മാറി ചിന്തിക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം ഒരു അല്പം തലച്ചോറ് തലക്കകത്ത് ഉണ്ടായിപ്പോയി, അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, പെന്തക്കോസ്തുകാർ എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും ഞങ്ങളുടെ പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ. അപ്പൊ ഞാൻ ഈ പെന്തക്കോസ്തിലായ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമ്മുടെ പിതാക്കന്മാർ. അപ്പൊ ഞാൻ ചിന്തിച്ചോണ്ടിരുന്ന നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയുമ്പോ, ഞാനൊരു സുറിയാനി പാരമ്പര്യത്തിൽ വന്നോണ്ടപ്പോ ഞാൻ ചിന്തിച്ചത് ഇതാരായിരിക്കും നമ്മുടെ പിതാക്കന്മാർ. ഞാൻ ചിന്തിക്കുന്ന ആരാണ്? വലിയ യാക്കോബ്, അല്ലെങ്കിൽ കപ്പദോക്യൻ ഫാദേഴ്സ്, അലക്സാണ്ട്രിയയിലെ സിറില്, അല്ലെങ്കിൽ ഗ്രിഗോറിയോസ്, നൈസിയാൻസിലെ ഗ്രിഗോറി, അല്ലെങ്കിൽ അങ്ങനെ വല്ലവരൊക്കെ ആയിരിക്കും. അത്താനാസിയോസ്, ബസേലിയോസ്, ജൂലിയോസ്, ദിയസ്കോറോസ്, അന്തിമോസ്, ഈവാനിയോസ്, പീലക്സീനോസ്, ഇങ്ങനെയൊക്കെയുള്ള പിതാക്കന്മാരും എല്ലാം ആയിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരൊന്നും അല്ല. ഇവര് പറയുന്നത് 90 കൊല്ലം മുമ്പ് കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം തല്ലിക്കൂട്ടിയ പിതാക്കന്മാർ എന്നിവർ വിവക്ഷിക്കുന്നത് KE എബ്രഹാം, TG ഉമ്മച്ചൻ, PM ഫിലിപ്പ്, KC ചെറിയാൻ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു 10-ൽ താഴെ ആളുകൾ, അവരാണ് ഈ പിതാക്കന്മാർ. പാരമ്പര്യം വല്ലതും ഉണ്ടോ? ബൈബിളിനാണോ പാരമ്പര്യത്തിനാണോ പെന്തക്കോസ്ത് പ്രാമുഖ്യം? പാരമ്പര്യത്തിനാണ്. ഞാൻ തെളിയിക്കാം. പാരമ്പര്യത്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം, ഒരിക്കലും തിരുവെഴുത്തിനല്ല പ്രാധാന്യം. ഓരോ ഉപദേശങ്ങളും എടുത്തു, തിരുവെഴുത്തിനല്ല പ്രാധാന്യം, പാരമ്പര്യത്തിന് തന്നെയാണ്, യാതൊരു സംശയവും. അപ്പം അടുത്ത വാക്യം, വചനത്തിന് പാരമ്പര്യത്തോട് തുല്യത കൽപ്പിക്കുന്നു. എന്നാൽ ഈ വചനം എന്ന് പറയുന്ന ഒരു സംഭവമേ എനിക്ക് മനസ്സിലാകുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. തിരുവെഴുത്തുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തിരുവെഴുത്തുകളാക്കിയിരിക്കുന്നത് പാരമ്പര്യമാണ്. രക്ഷയ്ക്ക് വിശ്വാസവും പ്രവൃത്തിയും ആവശ്യമെന്ന് പഠിപ്പിക്കുന്നു. തെറ്റ്. രക്ഷ ദൈവത്തിന്റെ ദാനം. രക്ഷയ്ക്ക് വിശ്വാസവും പ്രവൃത്തിയും ആവശ്യമെന്ന് പഠിപ്പിക്കുന്നു. പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണെന്ന് പഠിപ്പിക്കുന്ന ആരാണ്? പുതിയ നിയമ തിരുവെഴുത്താണ്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് പ്രവൃത്തി ഇല്ലാതെ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവൻ കള്ളനാണ് എന്ന് തിരുവെഴുത്താണ് പറയുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയും വിശ്വാസവും ഉണ്ട്. അപ്പൊ വിശ്വാസം ഞങ്ങൾക്കില്ല, അല്ല, ഞങ്ങൾക്ക് യാതൊരുവിധ പ്രവൃത്തിയും ഇല്ലെന്ന് സ്വയം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു സെൽഫ് ഗോൾ മാത്രമാണ്
ഈ 10ാമത്തെ പോയിന്റ്. അതുകൊണ്ട് നമുക്ക് അതേപ്പറ്റി പറഞ്ഞിട്ടില്ല, കാരണം ഇല്ല, പ്രവൃത്തി ഇല്ലെന്നറിയാം. കാരണം പെന്തക്കോസ്തു വിഭാഗക്കാരെ കൊണ്ട് പൊതുസമൂഹത്തിന് ഇന്ന് വരെ ബുദ്ധിമുട്ടല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്തായിട്ട് അവർ 5-6 സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നല്ല ഫീസ് മേടിക്കുന്ന സ്കൂളാണ്. ഒരു തരത്തിലും പൊതുസമൂഹത്തിന് ഒരു കോൺട്രിബ്യൂഷനും പെന്തക്കോസ്തു വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ എന്ത് കോൺട്രിബ്യൂഷനാണ് നിങ്ങളിവിടെ നൽകിയത്? ഇവിടെ അമേരിക്കയിൽ ഞാൻ താമസിക്കുന്ന ഹ്യൂസ്റ്റൺ പട്ടണത്തിലാണ്. ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ നിങ്ങള് നാട്ടിലുള്ള ആളുകൾക്കുള്ള ഒരുപാട്, എനിക്കും അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്. ഒരുപാട് നല്ല മാതൃകകള് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇവർ പ്രത്യേകിച്ച് സമൂഹത്തിന്, അവർ താമസിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് അമേരിക്കയിലുള്ള ആളുകൾ. മലയാളികൾ അതിന് പൊതുവെ വിമുഖരാണ്. അപ്പൊ ഇവിടെ ഒരു ഫണ്ട്, ചർച്ചുകൾക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രമുഖ മലയാളി സഭ, പെന്തക്കോസ്ത് സഭ, അതിന് അപ്ലൈ ചെയ്തു. അവിടെ കൊടുത്തു. അവർ ഫൈനൽ റൗണ്ടിൽ വന്നു. ഒരു വൻ തുകയാണ് കൊടുക്കുന്നത്. അതിന്റെ ഫൈനൽ റൗണ്ടിൽ വന്ന് ഇന്റർവ്യൂ ചെന്നപ്പം ചർച്ചിന്റെ പ്രതിനിധികൾ എന്നു ദേ ആർ വെരി ഇംപ്രസ്ഡ്. അവര് ഈ ഇന്റർവ്യൂ ബോർഡ് വളരെ ഇംപ്രസ്ഡ് ആയി ഈ ചർച്ചിന്റെ കാര്യത്തിൽ. അപ്പൊ അവരോട് നിങ്ങളിപ്പോ ഞങ്ങൾ ഇത്ര വർഷമായിട്ട്, അപ്പൊ 10-36 കൊല്ലമായിട്ടുള്ള ചർച്ചാണ്, ഇപ്പൊ നല്ല അംഗസംഖ്യ ഉണ്ട്, ഇറ്റ്സ് വെരി ഗുഡ് ചർച്ച്, വെരി ഗുഡ് ഫങ്ഷൻസ്. അവരങ്ങ് ഇംപ്രസ്ഡ് ആയി. ഇപ്പം ഏത് നിമിഷവും ചെക്ക് എഴുതാം, അത്ര വലിയൊരു തുക ഇവർക്ക് കിട്ടും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇത്രയും നാൾ ഈ കമ്മ്യൂണിറ്റി ഞങ്ങൾ വളരെ ഇംപ്രസ്ഡ് ആയിരിക്കും നിങ്ങളെ പറ്റി. പക്ഷെ നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു? നിങ്ങളുടെ പാട്ട് പാടി സ്വതന്ത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അമേരിക്കയിലാണ് ഇവിടുത്തെ ഒരു പതിവല്ല ചർച്ച് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂട്ട്. ചർച്ചിൽ നിന്ന് പ്രതിനിധികളായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുത്തില്ല. ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നവർ പറഞ്ഞു, സോറി, നിങ്ങളെ ഒരു ക്രിസ്ത്യൻ ചർച്ചായിട്ട് കാണാനേ ഞങ്ങൾക്ക് കഴിയത്തില്ല. അതേ എനിക്കും പറയാനുള്ളൂ. ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് നമുക്ക് പ്രവൃത്തി വേണ്ട. രക്ഷ ദൈവത്തിന്റെ ദാനം. ഓക്കെ. 11ാമത്തെ പോയിന്റ്, വചനമല്ല സഭയാണ് പൂർണ്ണം എന്ന് പഠിപ്പിക്കുന്നത്. വചനമല്ല സഭയാണ് പൂർണ്ണം എന്ന് പഠിപ്പിക്കുന്നത്. ട്രാക്ട് എഴുതിയ ഉപദേശി, താങ്കൾ ആദ്യം ബൈബിൾ തുറക്കുക. 1 തിമോത്തിയോസ് 3-14 വാക്യം. 1 തിമോത്തിയോസ് 3:14. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്ത് വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാണ് വലുതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സഭ, ജീവനുള്ള ദൈവത്തിന്റെ സഭ എന്താണ്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. The pillar and foundation of truth is the church of living God. The pillar and foundation of truth is church, not Bible. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ബൈബിൾ ആണെന്ന് ഒരു സിംഗിൾ വാക്യം ഇതിനകത്ത് കാണിക്കാം. ബൈബിൾ തന്നെ പറയുന്നു സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണെന്ന്. അപ്പൊ പിന്നെ ഈ ട്രാക്റ്റിനകത്തെ ഈ പോയിന്റ് തെറ്റാണ്. തെറ്റ്. സഭയാണ് പ്രധാനം, സഭയാണ് അടിസ്ഥാനം, സഭയാണ് സത്യത്തിന്റെ തൂണ്, അടിസ്ഥാനം. The pillar and truth, pillar and foundation of truth is church, not Bible. അടുത്ത 12, ബെസ്പുർഖാന ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് തെറ്റ്. കെട്ടിച്ചമച്ച കഥ, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും. എബ്രായർ 9:27. ബെസ്പുർഖാന എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. തെസ്സലോനിക്ക ലേഖനമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. വാക്യത്തോട് പെന്തക്കോസ്തുകാർ എഗ്രി ചെയ്യുന്നോ ഇല്ലയോ എന്ന് പറയണം. അടുത്തത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അടുത്ത വാക്യം, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു ശുദ്ധീകരണം ഇല്ലാതെ, ഒരു കാത്താർസിസ് കൂടാതെ no one can attain theosis. അപ്പൊ ദൈവാനുഭവത്തിലേക്ക് വരണമെങ്കിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ട്. അപ്പൊ ശുദ്ധീകരണം എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഈ ഭൂമിയിലായിരിക്കാം, ഒരുപക്ഷെ മരണശേഷമോ എപ്പോഴോ എവിടെയാണല്ലോ ആകാശ ശുദ്ധീകരണം.
അപ്പൊ ഈ ഭൂമി വെച്ച് നമ്മൾ ചെയ്യുന്ന പാപത്തിനുള്ള പരിഹാരം ഇവിടെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. ദൈവം പോലും ഹെൽപ്ലെസ് ആയി പോകും. അപ്പൊ എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പിതാവിനെതിരെയോ പുത്രനെതിരെയോ പാപം ചെയ്താൽ ക്ഷമിക്കപ്പെടാം. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്ന് യേശു പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ ക്ഷമ ലഭിക്കുകയില്ല. കേട്ടല്ലോ? പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ എന്ത് കിട്ടത്തില്ല? ക്ഷമ ലഭിക്കത്തില്ല. അപ്പൊ വരുവാനുള്ള ലോകത്തിൽ ക്ഷമ കിട്ടുന്ന ഒരു ഇടപാടുണ്ടെന്ന് യേശു പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പൊ പാപക്ഷമ എന്ന് പറയുന്നതും ഇതൊന്നും ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ ലോകത്തിനപ്പുറത്തും ആ കാര്യങ്ങൾ ഉണ്ടെന്നാ യേശു പറഞ്ഞു. അതാദ്യം പെന്തക്കോസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. മരിച്ചു കഴിയുമ്പോൾ എല്ലാം തീർന്നു, കൊല വെട്ടി, ഇനി വാഴപ്പിണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സിദ്ധാന്തമൊക്കെ കളയുക. ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ചർച്ച് മിസ്റ്ററിയുടേതാണ്. ഈ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്, അല്ലാതെ അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല. ജീവനുള്ളവരുടെ ദൈവം. പലരും ഓർക്കുന്നത് ഈ മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞെന്നാണ്. മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന് പലപ്പോഴും വിചാരിക്കും. അപ്പം ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? യേശു തന്നെ പരീക്ഷിച്ച സദൂക്യന്മാരോട് യേശു തന്നെ പരീക്ഷിക്കാമെന്ന് സദൂക്യന്മാരോട് പറയാണ്. മോശയുടെ പുസ്തകത്തിൽ, കാരണം സദൂക്യന്മാർ ആദ്യത്തെ 5 പുസ്തകം അംഗീകരിക്കുന്നു. അതുകൊണ്ട് പിന്നെ സങ്കീർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങളിൽ നിന്നോ പറഞ്ഞ് അവർ അംഗീകരിക്കത്തില്ല. അവരാകെ ആദ്യത്തെ 5 പുസ്തകം അംഗീകരിക്കുന്നത്. അപ്പൊ അവരോട് പറയണേ ആ 5 പുസ്തകത്തിൽ നിന്ന് പറയണം. അതിന് യേശു എന്ത് ചെയ്തു? പുറപ്പാട് പുസ്തകം എടുത്തിട്ട് പറയാണ്, മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു, വളരെ 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 തെറ്റിപ്പോകുന്നു. അപ്പോ ഈ മലയാളി പെന്തക്കോസ്തുകാർ സദൂക്യന്മാരാണ്. ഞാൻ പറയുന്നല്ല, യേശു പറയുന്നതാണ്. സദൂക്യന്മാരുടെ സ്റ്റാൻഡാണ്. സദൂക്യന്മാരെ വിശ്വസിക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. മരണത്തോടെ എല്ലാം തീർന്നു, പിന്നെ ഒന്നുമില്ല. അപ്പൊ മരണം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യന്മാരുടെ ഉപദേശമാണ്. ആ ഉപദേശമാണ്. യേശു പറയാണ്, ദൈവം അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമാണ് എന്ന് മോശയോട് പറഞ്ഞു. മോശയോട് ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാമും മരിച്ചു, ഇസഹാക്കും മരിച്ചു, യാക്കോവും മരിച്ചു. അബ്രഹാമും ഇസഹാക്കും യാക്കോവും മരിച്ചു എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് മോശയോട് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമാണ് എന്ന് പറഞ്ഞാൽ യേശു പറയാണ്, അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ മോശയോട് ദൈവം സംസാരിക്കുമ്പോഴും ആ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും ദൈവസന്നിധിയിൽ വെരി മച്ച് അലൈവ്. അതുകൊണ്ട് വാങ്ങിപ്പോയവരൊന്നും മരിച്ചു പോയിട്ട് തീർന്നു പോയിട്ടില്ല. ഈ വിശ്വാസം, അതാണ് അപ്പോസ്തലിക വിശ്വാസം, അതാണ് യേശുക്രിസ്തു ഹോൾഡ് ചെയ്ത വിശ്വാസം,
അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ച വിശ്വാസം. അതാണ് യേശുക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാർക്ക് കിട്ടിയ വിശ്വാസം. അതാണ് അപ്പോസ്തലന്മാരിൽ നിന്ന് അടുത്ത ശിഷ്യന്മാർക്ക് കിട്ടിയ വിശ്വാസം. ആ അപ്പോസ്തലന്മാരിൽ നിന്ന് ആ വിശ്വാസം ഏറ്റുവാങ്ങിയ ആദിമ സഭ പിന്നെ അത് പാരമ്പര്യമായിട്ട് തലമുറയായി കൈമാറി വന്ന വിശ്വാസം. ആ പാരമ്പര്യമുള്ളവർക്ക് ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ പുതപ്പ് കണ്ട് വെറുതെ പനിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് തെറ്റിപ്പോയി. ഞാനും ഈ മൂഢതയിൽ കുറെ നാൾ കറങ്ങി നടന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. കാരണം ഇത് തെറ്റാ. നമ്മളെന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഈ മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിൽ മേടിക്കുന്നു? ഒരാവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങൾ ഇതിന് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി പൈസ ഉണ്ടാക്കുന്നില്ല, സത്യം പറയാൻ തുടങ്ങണം. പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സും വിശ്വാസികളും. ഇഫ് യു ആർ മേക്കിംഗ് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്, ഓക്കെ, ലീവ് ഇറ്റ്. അത് കാരണം ചില ആളുകൾ ജീവിക്കാൻ വേണ്ടി തോട്ടിപ്പണി വരെ ചെയ്യുന്നു. അത് നമുക്ക് ഗതികേടാണ്, ജീവിക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറയാൻ തുടങ്ങണം. നിങ്ങൾ തീരുമാനിക്കും, ഞാൻ സത്യം സംസാരിക്കും, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്ന സത്യമാണ്, ഞാൻ ഇന്നിട്ട് സത്യം പറയും. എന്ത് വന്നാലും, കഷ്ടമോ നഷ്ടമോ എന്തു വന്നീടിലും. നിങ്ങളൊരു പാട്ടില്ലേ, ഇപ്പൊ കഷ്ടമോ നഷ്ടമോ എന്തു വന്നീടിലും. എനിക്ക് കഷ്ടമോ നഷ്ടമോ ഒക്കെ വരുന്നുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കാരണം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യമാണെന്ന് കരുതി പറഞ്ഞ അബദ്ധങ്ങളുണ്ട്, അത് തിരുത്തുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് സത്യം പറയണം. നമ്മൾ ഇപ്പൊ മത പാരമ്പര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ വർഗീയ വിഭാഗീയതയൊന്നും വെച്ച് സത്യത്തെ തമസ്കരിക്കരുത്. ഇത് സത്യമാണ്, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സത്യമാണ്. അതാണ് ഈ ഓർത്തഡോക്സുകാർ പറയുന്നത്. അല്ലാതെ ഓർത്തഡോക്സുകാരുടെ സത്യമാണെങ്കിൽ ഞാൻ പണ്ടേ അതിനെ എതിർത്തേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവല്ലേ ഇത് പറയുന്നത്. പെന്തക്കോസ്തുകാരന്മാര് കേക്ക്. യേശുവിനോട് നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ലേ? യേശു കർത്താവ് പഠിപ്പിച്ചതാണിത്. ഹലോ, പോയോ എല്ലാവരും? ഇപ്പൊ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യമാണ്. പെന്തക്കോസ്ത് കുഞ്ഞുങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങ്, മുന്നോട്ട് വാ. എന്തിനാ ഈ മണ്ടൻ ഉപദേശിമാര് പറയുന്നത് കേട്ടോണ്ട് നമ്മൾ കർത്താവിന്റെ ഉപദേശത്തെ തള്ളിക്കളയുന്നേ? ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. അടുത്തത് 13 ഭയങ്കരം. 13 എന്ന് പറഞ്ഞാൽ തന്നെ സാത്താന്റെ നമ്പരാന്ന് പറയുന്നത്. 13 അമ്മ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുന്നത്. ദൈവത്തിന് അമ്മയില്ല, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. എന്റെ ദൈവമേ, പണ്ടൊരു പെന്തക്കോസ് അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഏഴയും പുഴിയും ആകുന്നു, ആൽഫയും ഒമേഗയും ആകുന്നു. അമ്മച്ചി ഓർത്ത് ഏഴയും പുഴി, ആൽഫ എന്ന് പറഞ്ഞാൽ അൽപ്പയും ഒമേഗയും ആകുന്നു. ഒമേഗ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ അൽപ്പ എന്ന് ഓർത്തത്. അപ്പൊ ഇങ്ങനെയുള്ള വിവരമുള്ള ആളുകളാണ് അമ്മ മാതാവിന്റെ കാര്യം പറയുന്നത്. അമ്മ മാതാവിന്റെ കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞതാ, കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തുവിൽ വിഭജിക്കാനാകാത്ത വിധം സമ്മേളിച്ചിരുന്നു. വിഭജിക്കാൻ ആകാത്ത വിധം സമ്മേളിച്ചിരുന്നു. അത് മനുഷ്യത്വവും ദൈവത്വവും. അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞു, എപ്പോഴാണ് യേശുവിൻ ദൈവത്വം ഉണ്ടായത്? യേശു ദൈവമായിരുന്നോ മനുഷ്യനായിരുന്നോ? കുരിശിൽ മരിച്ച ദൈവമാണോ മനുഷ്യനാണോ? അപ്പൊ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ച് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാളാണ്. അല്ല, നിങ്ങളുടെ പെന്തക്കോസ്തിലെ അനിൽ കൊടുത്തോട്ടം പറയുന്നല്ല യേശു സ്നാനപ്പെട്ടപ്പോൾ ദൈവമായി എന്നാ പറയുന്നത്. അങ്ങനെയല്ല. യേശു മറിയത്തിന്റെ ഉദരത്തിൽ കിടന്നപ്പോഴും ദൈവമായിരുന്നു. അതാണ് ക്രിസ്തുവിന്റെ ദൈവത്വം. അതാണ് വിശ്വാസത്തിന്റെ മർമ്മം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. വിശ്വാസത്തിന്റെ മർമ്മം. അപ്പോ മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഡിബേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഇടാൻ, നമുക്ക് ഒരു ദിവസം ഈ ലൈവിൽ സംസാരിക്കാം. നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഇനിയിപ്പം ഗോഡ് ഓഫ് ലിവിങ്. അപ്പൊ 13 പോയിന്റാണ് നമ്മള്. 13 ചീറ്റിയോ ഇല്ലയോ എന്ന് തോമസ് കുന്നൂസ് പറ. ചീറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒരു പോയിന്റും നോക്കാം. ഷീബ പീറ്റർ, താങ്ക് യു. സാന്തി മാത്യു, റെൻ പോൾ, ലിജു തോമസ്, ജേക്കബ് ദാനിയൽ, ജേക്കബ് കോശി, ലിബു ജാക്സൺ, ഷാജി സാമുവൽ, ഷെബി, സാധു മന്ദിരം, ലിജു തോമസ്, ഷിബു തോമസ്, ബിനു അലക്സാണ്ടർ കുന്നുംപറമ്പിൽ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. ബിജോയ് ജൻ ട്രിവാൻഡ്രം, ഷെവലിയാർ തോമസ് ദാനിയേൽ കരിമ്പനക്കൽ, സന്ദീപ് മാത്യു, ജിബി തോമസ്, സോജൻ വള്ളിക്കാട്ടിൽ, സോമൻ, സാംപി തോമസ്, ബ്ലസൻ കോന്നി. താങ്ക് യു
ബ്ലസി ജെയിംസ് ചാക്കോ, ചാർലി ജോർജ്, ഷിബിൻ ആൻഡ്രോസ്, എനിക്ക് വായിക്കാൻ പറ്റുന്നവരുടെ എല്ലാം പേരുകൾ, മനു കളപ്പുരയ്ക്കൽ, എല്ലാവരുടെയും പേര് കാണാൻ പറ്റത്തില്ല. അനിൽ ടി തോമസ്, സജി ചാക്കോ, ലിജോ ആൻഡ്രീന, ഏബ്രഹാം വെൻചൽ, ജിനു പി തോമസ്, ഏബ്രഹാം കെ ജോൺ, പ്രിൻസ് എസ് ആർ ബദൽ, ജോബിൻ പി കെ മണിമല, ജിജി ഏബ്രഹാം, ജോബി ബി മാത്യു, സാമുവൽ സോളമൻ എബനേസർ, ലീനോസ് ഡേവിഡ്, ലയണൽ ഡാനിയൽ, പോൾ ശ്രീ മാണി, താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ വാച്ചിങ്. കാരണം നമ്മളിവിടെ ഒരു പരസ്യമായി കേരളത്തിൽ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു ട്രാക്ട്, അതാണ് ഞാൻ വായിച്ചത്. 11 പോയിന്റ് ആയിരുന്നു ആ ട്രാക്റ്റിൽ ഉണ്ടായിരുന്നത്. അത് 1 by 1 ആയിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇത്രയും ഈ എന്നാ ഇതിന് പറയുന്നത്, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രവർത്തനം. സത്യത്തിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? അതിനുള്ള വകുപ്പുണ്ട്. ആരെങ്കിലും പിന്നെ ഓർത്തഡോക്സുകാർ ചുമ്മാ ഈ യാക്കോക്കാർക്കെതിരെ കേസ് കൊടുക്കുക, യാക്കോക്കാർ നിങ്ങൾ അങ്ങനെ കൊടുക്കാതെ ഒരു കടലാസ് ഇവർക്കെതിരെ കൊടുക്കാൻ ആരെങ്കിലും കൊടുക്കുന്നതായിരിക്കും. പേഴ്സണലായിട്ടും കൊടുക്കാം. കാരണം ഇത് മതവൈരാഗ്യം ഉണ്ടാക്കുന്ന സാധനം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ IPCയുടെ ആദ്യത്തെ പാസ്റ്റുണ്ട് KE എബ്രഹാം. അദ്ദേഹം ഇവിടെ അലക്സാണ്ടർ ഹിസോപ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പുസ്തകം കോപ്പി അടിച്ച് നാട്ടിൽ പബ്ലിഷ് ചെയ്തു മലയാളത്തിൽ. അത് മഹദിയ ബാബിലോൺ, അതാണ് പെന്തക്കോസ്തുകാരുടെ വേദപുസ്തകം. അത് വെച്ചാണ് ഇവർ ഇതെല്ലാം പറയുന്നത്. ആ പുസ്തകത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള എല്ലാ അവകാശവും കത്തോലിക്ക സഭയ്ക്കുണ്ട്. കാരണം കത്തോലിക്ക സഭ അതുപോലെ ആക്ഷേപിച്ചാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. സഭ കൊടുത്തില്ലെങ്കിൽ കത്തോലിക്കരായ വ്യക്തികൾ കൊടുത്താലും മതി. സത്യമായിട്ട് അതിനകത്ത് നിലനിൽക്കുക കേസ്. കത്തോലിക്ക സഭയുടെ അവരൊക്കെ അതൊക്കെ അവഗണിച്ചതൊക്കെ ഇറങ്ങിയ സമയത്ത് കൊടുക്കേണ്ടതായിരുന്നു. അതുപോലെ വസ്തുതാവിരുദ്ധം ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചരിത്രം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക പുസ്തകത്തിൽ. ഇതൊക്കെ ഭയങ്കര ക്രിമിനൽ കുറ്റമാണ് ഇവർ ചെയ്തത്. അന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിവില്ലായിരുന്നു. ഈ മോഡേൺ കാലഘട്ടത്തിൽ ഒരുപാട് നിയമത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കത്തോലിക്കൻ അതിനെതിരെ ഒരു കേസ് കൊടുത്താൽ ഇത് നിലനിൽക്കും. ഹായ് സോജൻ. ഹലോ. അതായത് ഇതൊക്കെ ഈ ഒരു 10-40 വർഷം മുമ്പേ ആൾക്കാർക്ക് ഈ സൈബർക്ക് മാത്രമുള്ളായിരുന്നു ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അവരതെല്ലാം യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ഇന്നിപ്പം അങ്ങനെയല്ലല്ലോ. ടെക്നോളജി മാറിയപ്പോഴത്തേക്കും എല്ലാവരുടെയും എല്ലാ ഇൻഫർമേഷനും ഇപ്പം കിട്ടാൻ തുടങ്ങി. പണ്ടത്തെ പോലെ അവർക്ക് ആരെയും ഇപ്പം ഭരിക്കാനൊന്നും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞ് ഇവർക്ക് കൊണ്ട് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ഇത് ഭയങ്കര ചതിയല്ലേ, നിങ്ങള് വഞ്ചകല്ലേ, വഞ്ചനയല്ലേ. KE എബ്രഹാം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. അത് മൊത്തം വേണേ കത്തോലിക്ക സഭയ്ക്ക് കേസ് കൊടുത്താൽ നടത്തിച്ചെടുക്കാം. മൊത്തം കാരണം അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. എത്രയോ ഫാമിലികളെ തകർത്തു, എത്രയോ കുടുംബങ്ങളെ തകർത്തു, എത്രയോ വ്യക്തികളെ അവിടുന്ന് പറിച്ചെടുത്തു, എത്രയോ പേരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, എത്രയോ പേരെ മതപരിവർത്തനത്തിന് വിധേയരാക്കി, എത്രയോ പേരെ മനോരോഗികളാക്കി, ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന് കേസ് കൊടുത്താൽ ഒരു 1.5 കേസായിരിക്കും. കൊടുക്കണമെന്നുള്ള എന്റെ അഭിപ്രായം. ഇവരുടെ ഈ 13 പോയിന്റ് എന്ന് പറഞ്ഞാല് വെറും ഒരു ബാലിഷമായിട്ടുള്ള പോയിന്റ്, വെറും ഒരു ചൈൽഡിഷ് പോയിന്റ്. അതായത് ഒരു തിയോളജിക്കൽ വാല്യൂ പോലും ഇല്ലാത്ത ഒരു 13 പോയിന്റ്സാ. പക്ഷെ ആ 13 പോയിന്റ് വെച്ച് അവർ എത്ര പേര് ചാടിച്ചു. അതെ അതില് നമ്മളെല്ലാരും അതിന്റെ പങ്കാളികൾ ആയിപ്പോയി. എങ്ങനെയോ നമ്മുടെ കണ്ണ് തുറന്നു. നന്നായി. അതെ, ഇപ്പം അതിപ്പോ ഒറ്റക്കയ്യൻ ഗോവിന്ദസ്വാമി ഒരു സൗമ്യയെ റേപ്പ് ചെയ്ത് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു. 2 കൈയുള്ള എത്ര പേര്, അവരെ കൊണ്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുന്നല്ലേ ഉള്ളൂ. ഇത്ര സാധിച്ചത് ആളുകൾ ഇത്രയും ഊളം പോയിന്റുകൾ എഴുതി കുറെ പേരെ ചാടിച്ചു. അപ്പൊ ഇതാണ് സത്യം. ഇത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കാതെ 13 പോയിന്റ് ആണ്. ഇതാണ് മെയിൻ 13 പോയിന്റ്. ഇനി ബാക്കി പോയിന്റ് ഉണ്ടോ കൊണ്ടാ നമുക്ക് നോക്കാം.
അല്ല ഞാനത് അതിൻ്റെ അകത്ത് നോക്കിയിട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ഈ പഴയ കാലത്തെ നമ്മുടെ ആദിമ കാലത്തെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ വന്നത്രയും പോലും ഒരു വാലിഡ് ഇല്ലാത്ത ഒരു സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പോലും ഇല്ലാത്ത പോയിന്റ്സ് ആണ് അവര് വെച്ചേക്കുന്നത്, ആ 13 പോയിന്റ്സ്. ഇതൊക്കെ തന്നെ അതുകൊണ്ട് ഇതൊന്നും ശരിക്കും പറയാം ഇത് നമുക്കത് മനസ്സിലായെന്നുള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ പറയും ഇതിന്റെ അകത്ത് ഇത് ഒരു എന്താ പറയാ ചോദ്യം പോലും ഉത്തരം പോലും അറിയിക്കാത്ത ചോദ്യങ്ങളേ ഉള്ളൂ. ഉള്ളി പൊളിച്ച പോലെ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വളരെ ബാലിച്ച. അപ്പൊ ഇതിനാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പെന്തക്കോസ്റ്റിനെതിരാണ്. ഞാൻ പെന്തക്കോസ്റ്റിനെതിരല്ല. അല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കി, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ മലയാളി പെന്തക്കോസ്തുകാരുടെ ഇതിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട്, ഇപ്പൊ പരിശുദ്ധാത്മാവിൽ ഒരാൾ നിറയുന്നു, അല്ലെങ്കിൽ അയാൾ ഒരു അത്ഭുതം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ പ്രവചിക്കുന്നു, ഇതിനൊക്കെ ആരാ എതിര്? അതെ, അതൊക്കെ വേണം ചെയ്യാൻ. അതൊന്നും ചെയ്യുന്നുമില്ല. അതൊന്നും ഇല്ല. പെന്തക്കോസ്തിന്റെ ഇപ്പം ഒരാൾ വന്ന് പ്രാർത്ഥിച്ച് ഒരു രോഗിയെ സൗഖ്യമാക്കുക, ആരെ എതിർക്കുന്ന? ഇപ്പൊ തന്നെ ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ ഗുജറാത്തിലോ മറ്റാന്ന് തോന്നുന്നു, ഒരു ചർച്ചിൽ അവിടുത്തെ മെത്രാപ്പോലിത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അതുകൊണ്ട് സഭയെ എതിർത്തിട്ട് ആൾ പറഞ്ഞു ആളുകൾക്ക് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതെ അതെ അതെ, അത് ഞാൻ വായിച്ചു. അത് ഓർത്തഡോക്സ് ആണോ അതോ ഇതാണോ CSC ആണോ ആരോ അങ്ങനെ ചെയ്തല്ലേ? ഓർത്തഡോക്സ് ആയതല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരാൾ പ്രാർത്ഥിക്കുകയോ ഒരു രോഗിയെ സൗഖ്യമാക്കുക, നിങ്ങൾ സൗഖ്യമാക്ക്. അതെ, അതല്ലേ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രയോജനം വരട്ടെ. അപ്പൊ അതിനൊന്നിച്ച് അങ്ങനെ നിങ്ങൾ സ്നാനപ്പെട്ട് ഞങ്ങളോട് ചേർന്നോളാൻ. അതായത് ഇതിന്റെ ഈ ബലം ക്ഷയിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ തന്ത്രങ്ങളാണെന്നുള്ളത്. കാരണം ആളില്ലെങ്കിൽ പിന്നെ ഇതില്ലല്ലോ, നിലനിൽപ്പില്ലല്ലോ. ഇതൊരു മോൺസ്റ്ററാ. അപ്പൊ ഇതിനെ ഫീഡ് ചെയ്യാൻ ആൾക്കാരും വേണം, പൈസയും വേണം. അപ്പൊ അതിനുള്ള വഴി ആൾക്കാരെ അപ്പുറം ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളൂ. കാരണം ഇപ്പം മറ്റ വിശ്വാസങ്ങളെന്ന്, ഇപ്പം ക്രിസ്ത്യാനിറ്റി അല്ലാതെ മറ്റ വിശ്വാസങ്ങളൊക്കെ ഹിന്ദുക്കൾ എന്നൊക്കെ ആരുടെ ക്രിസ്ത്യാനിറ്റിയായിട്ട് പറഞ്ഞെങ്കിൽ എന്തേലും മിറക്കിൾസ് ഒക്കെ നടക്കണം. പക്ഷെ ഇവരെയാകുമ്പോഴോ അങ്ങനെ വേണ്ട. ഇവരെയാകുമ്പോ ഇത് കാണിച്ച് 13 പോയിന്റ് കണ്ടോ നിങ്ങളുടെ തെറ്റാ, ഇവരെന്നായും ഇത് അറിയാതെ ഇവരും ഈ ഒരു യുദ്ധത്തിൽ വീഴുകയും ചെയ്യും. അയ്യോ ശരിയാണല്ലോ. അതെ, കാരണം ഒന്നാമത്തെ കാര്യം ഈ ഞാൻ പറഞ്ഞ യാക്കോബക്കാർക്കും ഇവർക്കെല്ലാം അവരെന്തോ വിശ്വാസത്തിനെ പറ്റി അവർക്കും യാതൊരു എന്താ പറയാ ഒരു തെളിവായിട്ടുള്ള ഒരു ബോധമില്ല അവർക്ക്. അപ്പൊ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുന്ന, പെന്തക്കോസ്റ്റിലുള്ള ഈ തലച്ചോറ് വേറെ ആർക്കും പണയം വെക്കാത്ത ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്, തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പൊ ഈ തട്ടിപ്പിൽ നിന്നും തട്ടിക്കൂട്ടിൽ നിന്നും നിങ്ങൾ സ്വയം വിമോചിതരാകുക. അത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഈ വഞ്ചനയ്ക്ക് ഇനി കൂട്ടു നിൽക്കത്തില്ല എന്ന് നിങ്ങൾ പറയുക, ആളുകളെ വഞ്ചിക്കാൻ. അതെ, അത്രേ ഉള്ളൂ. അതെ, പെന്തക്കോസ്റ്റിന്റെ യഥാർത്ഥമായിട്ടുള്ള അനുഭവം ഉള്ളവർ അവരത് ചെയ്യട്ടെ. രോഗികളെ സൗഖ്യമാകട്ടെ, ഭൂതങ്ങളെ പുറത്താകട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കട്ടെ. അതാ അതിന്റെ അടയാളം. അതെ, പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് അത് ഈ ശക്തിയുടെ ഒരു പ്രദർശനമാണ്. അപ്പൊ അങ്ങനെയാണ്. അതെ അതെ അതെ, സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആണ്. അപ്പം അതെ, അതിപ്പോ നമ്മളിപ്പോ ഈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈസ്റ്റിന്റെ സയൻ എന്ന് പറഞ്ഞാൽ അവരുടെ തിയോളജിയാണ്, അവരുടെ ഡോക്ടറിനാണ് ഈസ്റ്റിന്റെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ നമ്മുടെ കാത്തലിക് ആണെങ്കിൽ നമ്മൾ പറയും അവരുടെ ഈ ചാരിറ്റി വർക്കാണ് അവരുടെ ഒരു സ്ട്രെങ്ത്, ഭയങ്കര സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ബെന്തക്കോസ്റ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബെന്തക്കോസ്റ്റിന്റെ ശക്തി തന്നെയാണ്, അത് പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും. പക്ഷെ ഇന്ന് അങ്ങനെ ഇന്നിപ്പോ എവിടെയായാലും ഒരാൾ പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുകയോ ഭൂതത്തെ പുറത്താക്കി എന്തെങ്കിലും ചെയ്താൽ പറയും അത് ഭൂതാന്ന് പറയും. ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ പറഞ്ഞത് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ ഇവരുടെ പോക്കറ്റിലിരിക്കുന്ന ഒരു സംഭവമാണ്. യേശു എന്ന് പറഞ്ഞ ഇവരുടെ ഒരു അടിയാള. അങ്ങനെയാണ് ഇവരുടെ ഒരു ധാരണയെ. വേറെ ആരെങ്കിലും ഒരാളെ രോഗികളെ സൗഖ്യമാക്കിയ ഉടനെ അവർ വീഡിയോ ഇടും. ഇവര് ഇത് ചെയ്യുന്നത് എന്താ പറയാ പിശാചിനെ കൊണ്ടെന്ന് അവർ പറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. പെന്തക്കോസ്റ്റിലുള്ള തലച്ചോറ് പണയം വെക്കാത്ത ചെറുപ്പക്കാര്, പ്രത്യേകിച്ച് പ്രായമുള്ളവരൊന്നും ഇനിയൊന്നും ഇറിപ്പയറബിൾ ആയി പോയി. അവരൊക്കെ ഇലക്ഷൻ മത്സരിക്കുകയാണ്. പിന്നെ എത്രയോ ലജ്ജാകരമാണ്. IPCയിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. കുതികാല് വെട്ടും എന്തെല്ലാം വൃത്തികേടുകളാണ് നടക്കുന്നത്, എന്തെല്ലാം വൃത്തികേടുകൾ. ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു അവിടെ മദ്യം കൊടുത്തെന്ന്. മദ്യം ഞാൻ മദ്യം കഴിക്കുന്നത് മദ്യം കഴിക്കുന്നത് ബൈബിളിൽ അങ്ങനെ വാക്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ലൈവ് എന്തൊരു പേള. പിന്നെ അത് എല്ലാരും കട്ട് ചെയ്ത് വീഡിയോ ആക്കി. മദ്യം കഴിക്കുന്നത് നല്ലതാണെന്നോ കഴിക്കണമെന്നോ ഞാൻ പറഞ്ഞില്ല, വാക്യം അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ മദ്യപാനം ഒരു സാമൂഹിക തിന്മയാണ്. പ്രത്യേകിച്ച്
മദ്യം ബ്രൈബായിട്ടൊക്കെ കൊടുക്കുന്നത്, കൈക്കൂലിയായിട്ടൊക്കെ കൊടുക്കുന്നത് വളരെ മോശമാണ്. അതെ, നമ്മുടെ നാട്ടിലെ മറ്റേ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ അങ്ങനെ സാറിന് നടക്കാറുള്ളത്. അപ്പൊ ഇതിപ്പോ എന്തോ ഒരു വൃത്തികെട്ട പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ പെന്തക്കോസ്തുകാർ ലജ്ജിക്കുക, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ടാണ് ഈ സംഭവം എന്നതാ, കുമ്പനാട്ട് കക്കൂസ് കുഴി നാറുന്നു എന്ന് പറഞ്ഞ് ഈ കുമ്പനാട് കൺവെൻഷന്റെ സമയത്ത് അയൽക്കാർ കേസ് കൊടുത്തായിരുന്നല്ലോ. അറിഞ്ഞില്ലായിരുന്നു? വലിയ കേസായിരുന്നു. അതായത് അവിടുത്തെ കക്കൂസിൽ നിന്ന് അയൽക്കാരുടെ ഒക്കെ കിണറ്റിലോട്ട് മാലിന്യം വന്നെന്നൊക്കെ പറഞ്ഞ് ഒരു കേസൊക്കെ ഉണ്ട്. അല്ല, അതൊക്കെ ചിലപ്പം അയൽക്കാർ കൊടുത്തായിരിക്കും, അങ്ങനെ ഒന്നും മാലിന്യം ഒന്നും പോകത്തില്ല. പക്ഷെ അത് വലിയൊരു വിഷയമായിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും മൊത്തത്തിൽ ഒരു ദുർഗന്ധം ഉണ്ടെന്നുള്ള ഉറപ്പാ. അല്ല ഇവിടെ ഇവർക്ക് ഇലക്ഷൻ ഇല്ലാതെ കിഴക്ക് നിനക്ക് വടക്ക് ഇങ്ങേർക്കെന്ന് പറഞ്ഞ അവർക്ക് പിരിച്ചെടുത്താ പോരെ. എന്തിനാ ഇങ്ങനെ അല്ലെ ഇലക്ഷൻ വെക്കുന്നേ? അതിർത്തിയാക്കിയാ പോരെ. 12 ഗോത്രങ്ങൾ പോലെ അവർക്ക് എല്ലാവർക്കും കൂടെ പിരിച്ചെടുക്കുക. അതെ, അല്ലെങ്കിൽ നറുക്കിട്ടാ പോരെ, പേരെല്ലാം എഴുതി നറുക്കിട്ടാ മതി. അതെ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നറുക്കിടുന്നുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയാണല്ലോ. അതെ, അല്ലാതെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണമെന്നല്ലേ? അതെ. അപ്പൊ എതിരെ നിൽക്കുന്ന ആൾ ഇവനാണ് ശ്രേഷ്ഠൻ. ഇപ്പൊ ഫിലിപ്പി തോമസ് ഭയങ്കര ആത്മീയനാണ്, പുള്ളി ഭയങ്കര വിശുദ്ധനാണ്, പുള്ളി ഭയങ്കര സത്യ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. പുള്ളിക്കെതിരായിട്ട് രാജഗോപാലെ നിൽക്കുന്നത്. അപ്പൊ ഫിലിപ്പി തോമസ് പറയണം എന്നേക്കാൾ യോഗ്യൻ രാജഗോപാലെയാണ്, അതെ, അദ്ദേഹത്തെ നമുക്ക് തെരഞ്ഞെടുക്കാം, അദ്ദേഹം പ്രസിഡന്റ് ആകട്ടെ. അതെ, ചത്താലും പറയുന്നില്ല അവനേക്കാൾ യോഗ്യൻ ഞാനാന്ന് പറഞ്ഞു. അപ്പം ഏത് ഞാനാണ് യോഗ്യൻ എന്ന് പറയുന്നത് സാത്താനിക്കാണ്. അതെ, വിശുദ്ധിയുടെ കൂടുതലാണ്. ഞാനാണ് യോഗ്യൻ എന്ന് പറയുന്നത് സാത്താനിക്കാണ്. അവനാണ് യോഗ്യൻ എന്ന് പറയണം. അതുകൊണ്ട് അവനാണ് യോഗ്യൻ, അവനാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ ബിബ്ലിക്കൽ ആണെന്ന് പറഞ്ഞൊന്നും വരണ്ട. ഒരു ബിബ്ലിക്കലും അല്ല. ഇനി പുതിയ ട്രാക്റ്റുകൾ വരുന്ന മുറയ്ക്ക് ആ ട്രാക്റ്റുകളെ നമ്മൾ വിശകലനം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഈ 11 പോയിന്റുകളും 11 പോയിന്റുകൾ പോയിന്റുകളെ അല്ല 11 ഫൂളിഷ്നെസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ.